നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടുന്നു, അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങയുടെ മനുഷ്യാവതാരം മുതൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധ സഭയിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരായി അവിടുന്ന് ഞങ്ങളെ വളർത്തി ഉയർത്തി. കർത്താവായ ഈശോയെ, അങ്ങയുടെ മനുഷ്യാവതാരം വരെയുള്ള കാലഘട്ടത്തിൽ എത്രയോ കോടാനുകോടി ജനങ്ങൾ അങ്ങേ കാത്തിരുന്ന് കടന്നുപോയി. എത്രയോ കണ്ണുകൾ അങ്ങേ കാണാൻ ആഗ്രഹിച്ചു, എത്രയോ കാതുകൾ അങ്ങേ കേൾക്കാൻ ആഗ്രഹിച്ചു. കർത്താവെ, അവർക്കൊന്നും കാണാനും കേൾക്കാനും കഴിയാതെ പോയവ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. അങ്ങയിൽ നിന്ന് ശ്രവിക്കാൻ അങ്ങ് തന്ന വലിയ ദാനത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അങ്ങയുടെ അപ്പസ്തോലന്മാർക്ക് കൈമാറിയ, അപ്പസ്തോലന്മാർ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്ത ശ്ലൈഹിക പിന്തുടർച്ചയുള്ള പ്രബോധനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കർത്താവെ, അത് വലിയ ദാനമാണെന്നും വിശിഷ്ടമായ കൃപയാണെന്നും അമൂല്യമായ സമ്പത്താണെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവായ യേശു, ഞങ്ങളാരും അതിൻ്റെ ഉടമസ്ഥരല്ല, ഞങ്ങളെല്ലാം അതിൻ്റെ ശുശ്രൂഷകരാണ്. അങ്ങയുടെ പ്രബോധനത്തിന് ആത്മാർത്ഥതയോടുകൂടെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് കേൾക്കുന്നവരും പറയുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നല്ലോ. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഒന്നാമതായി വിശുദ്ധിയുടെ അടയാളം അത് അങ്ങയുടെ അധരങ്ങളിൽ നിന്നാണ് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയിൽ വിശ്വസിക്കുന്നതും അങ്ങയെ കേൾക്കുന്നതും വിശുദ്ധിയുടെ അടിസ്ഥാനങ്ങളാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ഉണർത്തണമേ. യേശയ്യായെ വിശുദ്ധീകരിച്ചതുപോലെ, അധരങ്ങളെ കുടിൽ കൊണ്ട് വിശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ കാതുകളെയും അധരങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധി മാത്രമായിരിക്കുന്ന അങ്ങയെക്കുറിച്ച് പറയാനും അങ്ങയെക്കുറിച്ച് കേൾക്കാനും ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. പരിശുദ്ധ മറിയമേ, അമ്മയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ വിശുദ്ധിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് നമ്മുടെ ക്ലാസ്സിന്റെ 37ാമത്തെ പഠനപരമ്പരയുടെ 37ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ഇങ്ങനെ വേണം പറയാൻ, ലൂമൻ ജെൻസിയത്തിന്റെ ആദ്യത്തെ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സഭ തന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുസഭയ്ക്ക് സഭയെക്കുറിച്ച് തന്നെയുള്ള ധാരണയെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിനകത്ത് സഭയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്തു എങ്ങനെ സ്ഥാപിച്ചു എന്നതിനെ കുറിച്ച് പറഞ്ഞു, അപ്പസ്തോലന്മാരെ കുറിച്ച് പറഞ്ഞു, മെത്രന്മാരെ കുറിച്ച് പറഞ്ഞു, വൈദികരെ കുറിച്ച് പറഞ്ഞു, ദേവീജനത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആ ഡോക്യുമെന്റിന്റെ കേന്ദ്ര ഭാഗത്ത് എത്തുന്നത്. ഏതാണ്ടൊരു മധ്യത്തിൽ എന്നതുപോലെയും കൂടെ പറയാവുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്നു. അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരുസഭ പിന്നീട് പറയുന്നത് സഭയുടെ ദൗത്യത്തെക്കുറിച്ചാണ്. സഭയുടെ സ്വഭാവം എന്താണ് എന്ന ചോദ്യത്തിന് തിരുസഭ ഹൈറാർക്കിക്കലാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള ഒത്തിരി ചോദ്യങ്ങളുടെ അപ്പുറത്ത് തിരുസഭ എന്താണെന്ന ചോദ്യത്തിന്റെ ഉത്തരം തിരുസഭ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു ശരീരമാണ് എന്നുള്ളതാണ്. വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്താൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന സമൂഹമാണ് എന്നുള്ളതാണ്. ഇനി വീണ്ടും ഒരു പടി കൂടെ കടന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ വിശുദ്ധീകരിച്ചിട്ട് ദൈവം ജീവിക്കാൻ വിട്ട ജനമാണ് നമ്മൾ എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവ് വിശുദ്ധീകരിച്ച് മാമോദിസയാൽ പുതിയ സൃഷ്ടികളാക്കി മാറ്റി വിശുദ്ധി നൽകിയിട്ട് ആ വിശുദ്ധി ഉപയോഗിച്ച് ജീവിക്കാനും ആ വിശുദ്ധി ലോകത്തിലേക്ക് പ്രസരിപ്പിക്കാനും ലോകത്തിന് ആ വിശുദ്ധി പകർന്നു കൊടുക്കാനും വേണ്ടിയാണ് കർത്താവ് ക്രൈസ്തവരെ മാമോദീസയാൽ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളാക്കിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രബോധനം തിരുസഭയുടെ പ്രബോധനങ്ങളുടെ കേന്ദ്രമാണ്. നമുക്കറിയാമല്ലോ, ഒരു ധ്യാനത്തിനൊക്കെ നമ്മൾ പോവാന്ന് വിചാരിക്കുക, അതിന്റെ ഒരു പ്രധാന പങ്ക് കുമ്പസാരത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചുമാണ്, അല്ലെ? അത് യാദൃശ്ചികം നടക്കുന്നതല്ല. എല്ലാ ധ്യാനങ്ങളുടെയും ഏതാണ്ട് നടുഭാഗത്ത് ഈ പരിശുദ്ധ കുമ്പസാരവും വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ആയിരിക്കും നടക്കും. അത് യാദൃശ്ചികമായി സംഭവിച്ചു പോകുന്നതല്ല, ഒരുപക്ഷെ അവർ പോലും അറിയാതെ അങ്ങനെ ചെയ്തു പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ കേന്ദ്രം നമ്മുടെ വിശുദ്ധീകരണമാണ്. ദൈവം അഭിലഷിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പം
അതുകൊണ്ടാണ് വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടത്. ഇനി നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളിലുള്ള നിർവഹണത്തെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ വിവിധ ജീവിതാന്തസ്സുകളിൽ വിവിധ വിശുദ്ധിയുടെ രൂപങ്ങൾ അതെങ്ങനെ നിർവഹിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പടി കൂടെ കേൾക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വിഷയം ഇന്ന് ഒരുവിധം ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വിശുദ്ധിയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വിവിധ ജീവിതാന്തസ്സുകളെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം സ്വാഭാവികമായും പറഞ്ഞു തുടങ്ങുന്നത് അത് ഇടയന്മാരെ കുറിച്ചാണ്. ഇടയന്മാര് എങ്ങനെ വിശുദ്ധിയിൽ വളരുന്നു, എങ്ങനെ വേണം അവർ വിശുദ്ധി പ്രാപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് 2 സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കും. ഞാൻ എൻ്റെ ആദ്യ ഭാഗം മെത്രാന്മാരെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയാം. ആദ്യം ഈ ഇടയന്മാരുടെ വിശുദ്ധിയെക്കുറിച്ച് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വശത്തു നിന്ന് വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. പക്ഷെ ഇടയന്മാരുടെ വിശുദ്ധിയെക്കുറിച്ച് തിരുസഭ ആദ്യം പറയാണ്. അതിങ്ങനെയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇടയന്മാരായിരിക്കുന്നവരുടെ ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരുടെയൊക്കെ വിശുദ്ധിയുടെ അടിസ്ഥാനം അവരുടെ വിശുദ്ധീകരണം അവരുടെ ശുശ്രൂഷയിൽ അധിഷ്ഠിതമാണ് എന്നതാണ് തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു മെത്രാന്മാർ, വൈദികർ, അവരുടെയൊക്കെ വിശുദ്ധിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവരുടെ ശുശ്രൂഷയിൽ അടിസ്ഥാനമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയാണ്, വിശുദ്ധിയിൽ അധിഷ്ഠിതമായ ശുശ്രൂഷയാണ്. നമ്മളിങ്ങനെ വായിക്കും, LG 41-ാമത്തെ പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കും, നിത്യപുരോഹിതനും ഇടയനും നമ്മുടെ ആത്മാക്കളുടെ മേലധ്യക്ഷനുമായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ. നോക്കണം, അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ ഓർക്കുക. നിത്യപുരോഹിതനായ ഈശോ, അവിടുന്ന് ഇടയനാണ്, നമ്മുടെ ആത്മാക്കളുടെ മേലധ്യക്ഷനുമാണ്. സത്യത്തിൽ മേലധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഈശോയെയാണ് ഒന്നാമത് സൂചിപ്പിക്കുന്നത്. മേലധ്യക്ഷനുമായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ ആ ഈശോയെ പോലെ ഇടയന്മാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ വിശുദ്ധിയോടും വിനയത്തോടും ഉത്സാഹത്തോടും ധൈര്യത്തോടും കൂടെ 4 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1, അവര് വിശുദ്ധിയോടുകൂടെ അവർ ശുശ്രൂഷ ചെയ്യണം. 2, വിനയത്തോടുകൂടെ ചെയ്യണം. 3, ഉത്സാഹത്തോടുകൂടെ ചെയ്യണം. 4-മത്തേത് ധൈര്യത്തോടു കൂടെ ചെയ്യണം. ഇതിനകത്ത് 1-നെക്കുറിച്ചും 2-നെക്കുറിച്ചും നമ്മൾ ധാരാളം പറയാറുണ്ട്. ഇടയന്മാരുടെ വിശുദ്ധിയെക്കുറിച്ച്, അവരുടെ വിശുദ്ധി നിലനിൽക്കുന്ന എവിടെയാണെന്ന് ചോദ്യത്തിന് ഉത്തരം. ഒന്ന്, അതായത് വിശുദ്ധിയോടും വിനയത്തോടും കൂടെ ചെയ്യണമെന്ന് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറയാറുണ്ട്, ധാരാളം പറയാറുണ്ട്. അത് നമുക്ക് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വൈദികരുടെ സമ്മേളനങ്ങളിലൊക്കെ എപ്പോഴും ധാരാളം കേൾക്കാറുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ധ്യാനങ്ങളിലൊക്കെ എപ്പോഴും പറയാറുള്ളത് ഈ 2 മേഖലയെ കുറിച്ചാണ്. വിനയത്തോടുകൂടെ ഉള്ള ശുശ്രൂഷ, കർത്താവ് വിനീതനായിരുന്നതുപോലെ വിനീതമായ ശുശ്രൂഷ. വിനീതമായ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഈ വിനീത ഹൃദയത്തോടുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഉള്ളർത്ഥം എന്താന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒരു പ്രവൃത്തിയല്ല, ഞാൻ സൃഷ്ടിച്ചെടുത്തതല്ല, ഞാൻ കണ്ടുപിടിച്ചതല്ല, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അവിടുത്തെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് അതിൽ കൂടുതൽ ഒരു മേന്മ ഭാവിക്കാനില്ല എന്നുള്ളതാണ്. എനിക്കതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ അതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളും ഞാൻ എടുക്കുന്ന അജപാല പ്രവർത്തനങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ അത് നൽകപ്പെട്ടത് കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്, കർത്താവിന്റെ നാമത്തിൽ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഈ വിനയം എന്ന് പറയുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് ഇങ്ങനെ കുമ്പിട്ട് നിന്ന് എളിമയോടുകൂടെ ചെയ്യുന്നത് മാത്രമല്ല. അങ്ങനെയല്ല ആ വിനയത്തെ മനസ്സിലാക്കേണ്ടത്. വിനയത്തിന്റെ ഉള്ളർത്ഥം അത് ശരിക്കും നമുക്കറിയാലോ, അഹങ്കാരത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ വിനയം. അഹംഭാവം എന്ന് പറഞ്ഞാൽ അഹമാണ് ഇത് ചെയ്തത്, ഞാനാണ് നിനക്ക് പാപമോചനം തരുന്നത് എന്ന് അച്ഛൻ വിചാരിക്കാൻ പാടില്ല. കർത്താവാണ് കൊടുക്കുന്നത്, ഈ വൈദികനിലൂടെയാണ് കൊടുക്കുന്നത്. വൈദികൻ എന്ന വ്യക്തിയുടെ ആശീർവാദത്തിലാണ് ഇരിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ വൈദികനല്ല പാപമോചനം സൃഷ്ടിച്ചത്, വൈദികനല്ല പാപമോചനത്തിന്റെ ഉടമസ്ഥൻ, അത് ദൈവമാണ്. ദൈവം കൊടുക്കാൻ ഏൽപ്പിച്ചേക്കുന്നത് കൊടുക്കുന്ന ഒരാൾ മാത്രമാണെന്നുള്ള ബോധ്യത്തിനെയാണ് ഈ വിനയം എന്ന് പറയുന്നത്. അത് ആളുടെ ഉള്ളിൽ, ആ അജപാലകന്റെ ആ ശുശ്രൂഷയുടെ ഉള്ളിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ അദ്ദേഹം വിനയാന്യുതനാണ്. മറ്റെങ്ങനെയൊക്കെ ബാഹ്യമായി കാണപ്പെട്ടാലും അദ്ദേഹത്തിന് ഇത് ദൈവം തരുന്ന ശുശ്രൂഷയാണ്, ഞാനത് കർത്താവിന്റെ നാമത്തിലാണ് കൊടുക്കുന്നത്, എന്റെ പൗരോഹിത്യവും കർത്താവിന്റെ ദാനമാണ്, അവിടുന്നാണ് എന്നെ പൗരോഹിത്യത്തിലൂടെ വിളിച്ചത്, അഭിഷേകം ചെയ്തത് എന്ന് തിരിച്ചറിവാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ പൗരോഹിത്യമല്ല, ഞാൻ എന്റെ കഴിവുകൊണ്ട് നേടിയെടുത്തിയ ഒരു കാര്യമല്ല, ഇത് കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ്, ഞാൻ അതിന്റെ ഉത്തരവാദിത്തോടെ നിർവഹിക്കണമെന്നുള്ള ബോധ്യമാണ് സത്യത്തിൽ ഈ വിനയം എന്നതുകൊണ്ട് അർത്ഥമാക്കും. ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം പല പദങ്ങളും നമ്മൾ വേണ്ട വിധത്തിലല്ല അതിനെ മനസ്സിലാക്കാറുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. വളരെ ലോകത്തിന്റെ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് വിശുദ്ധിയോടുകൂടെ വിനയത്തോടുകൂടെ. ഈ വിശുദ്ധിയോടുകൂടെ എന്ന് പറയുന്നതിനും ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. അത് അച്ഛൻ നേടിയെടുക്കുന്ന വിശുദ്ധി പോലും അല്ല,
അതാണ് അതിനകത്ത് ഒന്നാമത്തെ കാര്യം. വിശുദ്ധിയോടുകൂടെ ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ മെത്രാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഠിനാധ്വാനത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് മാത്രമല്ല ഇത് പറഞ്ഞത്. അത് അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ വിശുദ്ധി, ഒരു കൂദാശ പരികർമ്മം ചെയ്യുന്നു. ആ കൂദാശ പരികർമ്മം ചെയ്യാനുള്ള വിശുദ്ധി എവിടെ നിന്നാണ്? അത് അദ്ദേഹം ബാല്യം മുതൽ അല്ലെങ്കിൽ തന്റെ തപസ്സുകളിലൂടെയൊക്കെ ആർജിച്ചെടുത്ത് അങ്ങനെ ചെയ്യുന്നതല്ല. അതാണ് ഈ ഇതര മതങ്ങളിലൊക്കെയുള്ള പൗരോഹിത്യ ധർമ്മവും കത്തോലിക്ക സഭയുടെ ഈശോ നൽകിയ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഇതര മതങ്ങളിലോ അങ്ങനെയൊക്കെ നമ്മൾ ആൾദൈവങ്ങളെയൊക്കെ കാണും. ആൾദൈവങ്ങളുടെ പ്രത്യേകത എന്താണ്? അവരിൽ തന്നെ അവര് പറയുന്നത്, ഞാൻ ആർജിച്ച ആത്മീയ സമ്പത്ത്, ഞാൻ ആർജിച്ച ഒരു പൊസിഷൻ, ഞാൻ ചില തപസ്സൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആണ് ഞാൻ അങ്ങനെ എത്തിയത്. അപ്പൊ അങ്ങനെ ആ ആൾ തന്നെ ഒരു ദൈവത്തെ പോലെ ആയി തീർന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു വിചാരം. പക്ഷെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രത്യേകത, ക്രിസ്തുവിന്റെ വിശുദ്ധി ഇദ്ദേഹത്തെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ വിശുദ്ധിയാണ്. പരിശുദ്ധമായ കൂദാശകൾ ക്രിസ്തുവാണ് ആ വൈദികനിലൂടെ പരികർമ്മം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദികൻ ആർജിച്ചെടുത്ത വിശുദ്ധിയേക്കാൾ ക്രിസ്തു നൽകിയിരിക്കുന്ന വിശുദ്ധീകരണമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തു ചെയ്തിരിക്കുന്ന പവിത്രീകരണമാണ് അതിനകത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് അവിടെയും കാർമ്മികന് ഈ ഒരു പാപമോചനം കൊടുക്കുന്ന, അല്ലെങ്കിൽ രോഗസൗഖ്യം കൊടുക്കുന്ന, വിശുദ്ധീകരണ ശുശ്രൂഷ ചെയ്യുന്ന കാർമ്മികന് തന്റെ വിശുദ്ധിയിൽ നിന്നാണ് ഞാനിത് കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ശരിക്കും മനസ്സിലാക്കണം. തന്റെ വിശുദ്ധിയിൽ നിന്നാണ് കൊടുക്കുന്നത് പറയാൻ പറ്റില്ല. പകരം അത് ക്രിസ്തുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഏതൊരു വൈദികൻ, ഏതൊരു മെത്രാൻ, ഏതൊരു ഇടയൻ, ഈ കാർമ്മികൻ ഈ ഒരു തിരുക്കർമ്മം പരികർമ്മം ചെയ്താലും കൂദാശ പരികർമ്മം ചെയ്താലും അതിന് ഒരേ വാലിഡിറ്റിയാണുള്ളത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശുദ്ധി പ്രാപിച്ച ഒരു വിശുദ്ധൻ എന്ന ആളുകൾ കരുതുന്ന ഒരു വൈദികനുണ്ട്. വൈദികൻ ഇപ്പൊ നമ്മുടെ ചാവറ അച്ഛൻ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന സമയം അവിടെ ചാവറ അച്ഛന്റെ ആശ്രമത്തിൽ തന്നെ മറ്റ് വൈദികരുണ്ട്. അപ്പോൾ ചാവറയച്ചന്റെ അടുത്ത് കുമ്പസാരിച്ചാൽ കുറച്ചുകൂടെ കൂടുതൽ വിശുദ്ധി, മറ്റൊരാളുകൾ വെച്ചാൽ കുറവ്, അങ്ങനെയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ വ്യക്തി ആർജിച്ചെടുത്ത വിശുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല. ആ വിശുദ്ധി അദ്ദേഹത്തിന്റെ ആത്മവിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്, അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശനത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന കാര്യമൊക്കെയാണ്. പക്ഷേ ദൈവജനത്തിന് ചെയ്യുന്ന ഇടയ ശുശ്രൂഷയിൽ അതിന് വലിയ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല, വലിയ പങ്കില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് കൊടുക്കുന്നത്. ഇനി എന്താണ് അതിന്റെ പങ്ക്? ഒരു വൈദികൻ തന്റെ അധ്വാനം കൊണ്ടുകൂടെ കൂടുതൽ വിശുദ്ധി പ്രാപിക്കുമ്പോൾ അതിൽ നിന്ന് കൗദാശികമായ മുഴുവൻ കൃപയും ജനത്തിന് മുഴുവൻ കിട്ടും. അതിൽ കൂടുതൽ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഏതച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാലും നമുക്ക് കൗദാശികമായ പാപമോചനം അതിന്റെ പരിപൂർണതയിൽ തന്നെ കിട്ടും. ഇനി അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത മാനുഷികമായ ചില നന്മകളാണ് വിശുദ്ധി കൊണ്ട് കൊടുക്കാൻ പറ്റുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വളരെ വിശുദ്ധനായ ഒരു വൈദികനാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് കുമ്പസാരിക്കുമ്പോൾ പിന്നെ കൂടുതലായിട്ടുള്ളത് ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന്റെ നൈർമല്യത്തിന് പ്രത്യേകത ഉണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുള്ളിൽ ഉള്ള പ്രചോദനാത്മകത കുറച്ചുകൂടെ കൂടുതലുണ്ടാകാം. ആ വ്യക്തിയുടെ സാമീപ്യം തന്നെ ഒരു വലിയ സാക്ഷ്യമായി മാറാം. ഇങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അതൊന്നും ഈ കൂദാശയുടെ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പൊ കുമ്പസാരമാണെങ്കിൽ ആ കുമ്പസാരത്തിൽ കിട്ടേണ്ട പാപമോചനം പരിപൂർണമാണ്. അതിന് പിന്നെ മറ്റൊന്നും ആവശ്യമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയാണ്, അതിൽ ലഭിക്കുന്ന ക്രിസ്തു സാന്നിധ്യവും അതിനകത്ത് നിന്ന് പരിപോഷണവും പരിപൂർണമാണ്. അതിൽ കൂടുതലൊന്നുമില്ല. എന്നാൽ അതേസമയം നമുക്ക് മാനുഷികമായി ഉണ്ടാകുന്ന അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, വൈദികൻ ചെയ്യേണ്ട വിശുദ്ധി എന്ന് പറയുന്ന ആ വ്യക്തി ആർജിച്ചെടുക്കേണ്ടതിന് മുമ്പ് ആ വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ്. രണ്ടാമത് അതിനോട് ആ കാർമ്മികൻ, വൈദികൻ കാണിക്കുന്ന വിശ്വസ്തത, അതിനുവേണ്ടി നടത്തുന്ന അധ്വാനം, അതിനെ തുടർന്ന് പ്രധാനപ്പെട്ടതാണ് എന്നുകൂടിയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമല്ല. ഞാൻ ഇങ്ങനെ അത് ഏത് തരത്തിലാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക പ്രബോധനം എന്ന് പറയുന്നത് എക്സ് ഓപ്പറ ഓപ്പറാന്തി എന്ന് പറയുന്ന കാര്യമുണ്ട്. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്യുന്നയാളുടെ ക്വാളിറ്റിയിലല്ല അതിരിക്കുന്നത് എന്നുള്ളതാണ് സഭയുടെ പ്രബോധനം. എന്ന് പറഞ്ഞാൽ പാപമോചനം നൽകുന്നത് ആ വൈദികന്റെ വിശുദ്ധിയിൽ നിന്നല്ല കൊടുക്കുന്നത്. ആ വൈദികൻ വിശുദ്ധൻ കൂടുതൽ വിശുദ്ധിയുള്ളവരാണ് കൂടുതൽ പാപമോചനം, കുറഞ്ഞവരാണ് കുറഞ്ഞ പാപമോചനം, അങ്ങനെയില്ല. അത് ആ കൂദാശ പരികർമ്മം ചെയ്യുന്ന പരികർമ്മിയെ ടച്ച് ചെയ്യാതെയാണ് അത് നൽകപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധി, ആ കൂദാശയുടെ ഫലം ആ വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, അത് ക്രിസ്തു നൽകുന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം. രണ്ടിനെക്കുറിച്ച് നമ്മൾ ധാരാളം പറയാറുണ്ട്. ഈ വൈദികൻ ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് ധാരാളം പറയാറുണ്ട്. അദ്ദേഹം വിനയത്തോടെ ശുശ്രൂഷ ചെയ്യേണ്ടതിനെ കുറിച്ചും പറയാറുണ്ട്. അതിന്റെ അടിസ്ഥാനങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും കാര്യത്തെക്കുറിച്ച് നമ്മൾ അധികം പറയാറില്ല. മൂന്നാമത്തെ എന്താണ്? ഉത്സാഹത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്.
ഉത്സാഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യണം. വൈദികരായ ഞങ്ങളോട് കർത്താവ് ഒത്തിരി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഉത്സാഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആനുകാലികമായത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, നമ്മുടെ ഒത്തിരി വൈദികര് ഉത്സാഹം കുറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു ഉത്സാഹം കുറയുന്നത് ചോദിച്ചാൽ അതിന്റെ സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ പണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടാണ്. പണ്ടൊക്കെ ഒരു വൈദികൻ ഇങ്ങനെ വീട്ടിൽ സന്ദർശനത്തൊക്കെ വരുവാണെങ്കിൽ അവർ പെട്ടെന്ന് അയ്യോ ചവായോ എന്നൊക്കെ. ഇന്നത്തെ കാലത്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും ടൗണിലേക്കൊക്കെ ആണെന്ന് വിചാരിച്ചു, അച്ഛൻ പതുക്കി ഇറങ്ങുമ്പോഴത്തേനും വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേനാണ് ജോലി കഴിഞ്ഞിട്ട് ഓടി വരുന്നത്. ആ നേരത്തെ എന്നിട്ടാണ് ബാക്കി കാര്യം ചെയ്യാണ്ട് അച്ഛൻ വന്നല്ലോ ദൈവമേ എന്ന് അവര് ചിന്തിക്കുമല്ലോ എന്നുള്ള ചിന്ത പോലും വലിയ പരിധി വരെ വൈദികരുടെ ഉത്സാഹത്തെ കെടുത്താറുണ്ട്. ഒന്ന് വൈകുന്നേരം ഒന്ന് വീട് വിസിറ്റിന് ഇറങ്ങിയേക്കാം എന്ന് വിചാരിക്കുമ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ ആ തിരക്കിനിടയ്ക്കായിരിക്കും അവർക്കത് സന്തോഷമായില്ലെങ്കിലോ എന്നൊരു ചിന്ത വൈദികരുടെ ഉള്ളിലുണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് കയറി ചെല്ലുക എന്നുള്ളത് അച്ഛന്റെ കടമയാണ്, അവകാശവുമാണ്. അത് അദ്ദേഹത്തിന് പരമേൽപ്പിക്കപ്പെട്ടിരുന്ന ഭവനമാണ്. അവർ ഇച്ചിരി സമയം പോയാലും ഒന്ന് ഒരിത്തിരി പ്രൂഡന്റ് ആയിട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അത് ഓക്കെയാണത്. അപ്പൊ നോക്കണം, അതങ്ങനെ. ഇനി വീണ്ടും ചിലപ്പോഴൊക്കെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം ഈ ഉത്സാഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഉത്സാഹം എന്ന് പറയുന്നത് ഒരു ജ്വലനത്തിന്റെ ഭാഗമാണ്. ചിലപ്പോഴെങ്കിലും ഒക്കെ ഈ ഞാൻ നമ്മളോട് പറയാനുള്ള ഒരു കാരണം, ഞങ്ങൾ വൈദികർക്ക് ആയതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉള്ളിൽ അറിയാമല്ലോ, ഒരു പക്ഷെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ. പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യം, ഇത് ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതൊരു കുറ്റമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ വൈദികർക്ക് സത്യം പറഞ്ഞാൽ കർത്താവ് വെച്ചിരിക്കുന്നത്, അതാണ് എന്റെ കാര്യം, കർത്താവ് വെച്ചിരിക്കുന്നത് ഒരു കറിവേപ്പിലയുടെ ശുശ്രൂഷയാണ്. നമ്മളത് പറയുന്നതിനകത്ത് വിഷമമൊന്നും വിചാരിക്കേണ്ടതില്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ സമരിയക്കാരി സ്ത്രീയുടെ കാര്യം ഇതിനൊരു നല്ല ഉദാഹരണമാണ്. സമരിയക്കാരി സ്ത്രീ ഇവള് ഇങ്ങനെ കർത്താവുമായിട്ടുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞ്, നമുക്കറിയാലോ സുദീർഘമായ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ഈശോയെ അവൾ തിരിച്ചറിഞ്ഞ് ആദ്യം ഇങ്ങനെ ഒരു പടിപടിയായ ഒരു ക്രിസ്തു അനുഭവമാണ് ശരിക്കും സമരിയക്കാരി. ഞാൻ പിന്നീട് ദൈവൂർവൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പടിപടിയായി ക്രിസ്തുവിനെ മനസ്സിലാക്കി അവിടുന്ന് പിന്നെ പതുക്കെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി, ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ഇവക്ക് നിൽക്കാൻ വയ്യ. ഇവള് നേരെ പട്ടണത്തിലും പ്രദേശങ്ങളിലൊക്കെ ചെന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല എന്നോട് പറഞ്ഞ ഒരാളുടെ വന്ന് കാണും എന്നൊക്കെ പറഞ്ഞ് അവളൊരു പ്രേക്ഷിതയായി മാറി എല്ലാവരെയും വിളിച്ചോണ്ടൊക്കെ വരിക. അങ്ങനെ വിളിച്ചോണ്ടൊക്കെ വന്നു കഴിഞ്ഞ് പിന്നീട് ഈ ജനം ഇവളോട് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം വായിച്ച് ആരുടെ അല്ല നെഞ്ചു തകർന്നു പോകും. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അതിങ്ങനെയാണ്: ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ കണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്ക് മൂലമല്ല, ഞങ്ങൾ തന്നെ കണ്ട് വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ മാറി നിന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ അപ്പൊ ഇവളാരായി എന്നുള്ളതാണ് അതിന്റെ ഒരു ചോദ്യം. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ പറഞ്ഞൊരു ഭാഷയാണ്. ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്നെ കൊണ്ടല്ല എന്ന് പറയാം. തൽക്കാലം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈശോയെടുത്തോട്ടെ എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അപ്പോ ഈ സമരിയക്കാരി സ്ത്രീക്ക് പറയാം, മനുഷ്യൻ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ടൗൺ വരെ ഓടി നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി വലിച്ചു കൊണ്ടുവന്നാൽ നമുക്കിവിടെ റോളും ഇല്ലേ അല്ലെ? അവൾക്ക് റോളുണ്ട്, അത് കർത്താവിന്റെ ഹൃദയത്തിലാണ്. ആ ജനത്തിന്റെ ഇടയ്ക്ക് അവൾക്ക് റോൾ ഉണ്ടാവണമെന്ന് ദൈവം പോലും ആഗ്രഹിക്കുന്നില്ല. അവളത് ആഗ്രഹിക്കാനും പറ്റില്ല. അവളത് ആഗ്രഹിച്ചു എന്ന് വിശുദ്ധത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. സത്യത്തിൽ ഈ സമരിയക്കാരിയുടെ ദൗത്യമാണ് വൈദികർക്കുള്ളത്. അത് ഞങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എപ്പോഴും എവിടെയും വൈദികരുടെ ശുശ്രൂഷ എല്ലാവർക്കും ഇഷ്ടമാണ്, ഒത്തിരി ആഗ്രഹിക്കും, സ്നേഹിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ വൈദികരെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു തിരിച്ചടിയുണ്ട്. അതെല്ലാം നന്മയുടെയും പുറകിലുള്ളതാണ്, ഒരു തിന്മയുടെ അറ്റാക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടി അച്ഛൻ ഓടി നടക്കുന്നു, ഏറ്റവും അവസാനം കുറെ പഴി കേൾക്കും. അത് കേട്ട് കഴിയുമ്പോഴത്തേനും ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ തൽക്കാലത്തേനെങ്കിലും പറയും, ആർക്ക് വേണ്ടിയാണ് ഈ പണിയെല്ലാം എടുക്കുന്നത്, ആരൊക്കെ മതി, ഉള്ളതൊക്കെ മതി എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുകയുള്ളൂ, പിന്നെ അവർ വീണ്ടും അതുപോലെ ഓടാൻ തുടങ്ങുവേ. പക്ഷെ അവർ പലപ്പോഴും അങ്ങനെ പറയും. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത പറയാം. ഞാൻ പണ്ട് ഡീക്കനായിരിക്കുന്ന കാലത്ത് ഒരു അച്ഛന്റെ അടുത്ത് ഞാനിങ്ങനെ അച്ഛന്മാരൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒരു അച്ഛന്റെ അടുത്ത് ചെല്ലാനിടന്നു. ഒരു വൈകുന്നേരം ഒരു 3:30 മണി നേരമായപ്പോഴാണ് ഞാൻ അച്ഛനെ കാണാൻ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് അച്ഛനാണെങ്കിൽ ഒരു ജഗ്ഗിനകത്ത് നിറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിച്ചോണ്ടിരിക്കുക. അവരുടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഷെൽഫിൽ ഇരുന്ന പൂത്ത ബിസ്ക്കറ്റ് ഒക്കെയാണ് സാർ. അപ്പൊ ഇതൊക്കെ എടുത്ത് അച്ഛൻ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാനവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞ ചെന്നിങ്ങനെ ഈശ്വരൊക്കെ പറഞ്ഞു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുഡ് അടിയല്ലേ, 3:30 ആയപ്പോഴത്തേനും ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിരിക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് സംശയം എന്ന് പറഞ്ഞിട്ട് കാപ്പി കുടിക്കാന്നൊക്കെ പറഞ്ഞ എന്നെ എടുത്ത് ഞാനും കുറച്ച് കാപ്പിയെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഒരു ചേട്ടൻ ഓടി വന്നിട്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന്
ഞാനിങ്ങനെ നോക്കി. അപ്പൊ ഈ ചേട്ടൻ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ ചേട്ടനെ വിളിച്ചിട്ട് മുറ്റത്തങ്ങ് മാറി എന്നിട്ട് എന്തൊക്കെ ഇവര് പറയുന്നുണ്ട്. അച്ഛൻ ഇത് സാധനം ഇതൊക്കെയായിരുന്നു കയറില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ചേട്ടാ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരെന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ അച്ഛൻ എന്താ അച്ഛൻ സംഭവം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഒന്നുമില്ല. ഞാൻ പറഞ്ഞു എന്നാ അച്ഛാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ഡീക്കനാണല്ലോ, അപ്പൊ അച്ഛനാകാൻ പോവുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആകാംക്ഷയെ കൊണ്ട് ഞാൻ എന്താ അച്ഛൻ സംഭവം എന്താന്ന് വെച്ചാൽ കുറെ നിർവഹിച്ചപ്പോൾ ഒന്നുമില്ല ഡീക്ക ഒന്നുമില്ല. അതായത് എന്നാന്ന് പറഞ്ഞാല് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു. അത് അവരുടെ വീട്ടിലെ ഒരു കല്യാണമായിരുന്നു. അപ്പൊ അവർക്ക് ആരുമില്ല, അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അപ്പോ ഈ കൊച്ചിന്റെ കല്യാണമായിരുന്നു. കല്യാണം ഇങ്ങനെ ഏതാണ്ടൊക്കെ ഉറച്ചു വന്നു. ആരും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ സഹായിക്കാനോ അങ്ങനെയൊന്നും ആരുമില്ല. അങ്ങനെ ഇരിക്കെ ചെറിയ എന്തോ ഇച്ചിരി സ്വർണ്ണം കൊടുക്കാന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. തലേദിവസമൊക്കെ ആയപ്പോഴേക്കും ഈ അമ്മയ്ക്കൊണ്ട് ഇത് കൂട്ടിയെത്തിക്കാൻ പറ്റിയില്ല, അത് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. ഒരു പാവം ഇച്ചിരി ശരീര ബുദ്ധിമുട്ടൊക്കെയുള്ള പ്രായമൊക്കെ ആയ ഒരു സ്ത്രീ, അതിന് ഓടിയിട്ട് എത്താൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ കല്യാണം പിരിയുമെന്ന കാര്യം, അത് നടക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായി. അവർ കരച്ചിലും വീട്ടിലെ സങ്കടവും പരച്ചിലും ഒക്കെ ആയി. അപ്പോൾ ആരോ വീട്ടുകാരോ ഒരാരോ എന്നിട്ട് അച്ഛനെ കാര്യം അറിയിച്ചു. അച്ഛൻ വീട്ടിൽ പോയി സംസാരിക്കുമ്പോൾ സംഭവം അവര് പിൻവാങ്ങുവാണ് മറ്റേ വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ വളരെ പെട്ടെന്ന് അതിനകത്ത് ഇടപെട്ടു. അച്ഛനെ പരിചയമുള്ള ഒത്തിരി ആളുകളുടെ അടുത്ത് വിളിച്ച് ചില സ്ഥലത്തൊക്കെ അച്ഛനൊന്ന് ഓടിച്ചെന്ന് അവരൊന്ന് കണ്ട് കുറച്ച് സ്വന്തം ജാമ്യത്തിലൊക്കെ കുറച്ച് പൈസയൊക്കെ അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കി. രാത്രി ആയപ്പോഴേക്കും അച്ഛൻ ഈ പ്രശ്നം സെറ്റിൽ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കല്യാണമാണ്. അങ്ങനെ രാവിലെ അവർ വന്ന് ആഘോഷമായിട്ട്, അപ്പോഴേക്കും കല്യാണത്തിന് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് ദൂരെ പരിചയമുള്ള അമ്മമാരൊക്കെ വരുമല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. അപ്പൊ അന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ നടന്ന് ആഘോഷമായിട്ട് എങ്ങനെയങ്ങ് പോയി. പക്ഷെ എന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാല് അവര് ഇത്തിരി ഭക്ഷണം അച്ഛനെ കൊണ്ട് കൊടുക്കാൻ മറന്നുപോയി. മിക്കവാറൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ തിരക്കിനിടയ്ക്ക് അങ്ങനെ സംഭവിക്കും. നോർമലാണ്, അതൊരു കുറ്റമേ അല്ല, കുറവല്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്. മിക്കവാറൊക്കെ ഞാൻ തന്നെ ദൂരം ഭക്ഷണം ഉണ്ടെന്നറിയാം. കാരണം എപ്പിച്ചേക്കുന്ന ആൾ ചിലപ്പോൾ വേറെ പണിക്ക് പോയി കാണും, ഇവർക്കെല്ലാം കൂടെ നോക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നു. അവരതങ്ങ് വിട്ടുപോയി. അപ്പം അച്ഛൻ കോൺവെന്റിൽ അവിടെ, അത് കോൺവെന്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ അതിന് വേറെ ഭക്ഷണം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതങ്ങ് പോയി. അച്ഛൻ 1 മണിയായി, 2 മണിയായി, അച്ഛനെ നോക്കിയത്. പിന്നെ അച്ഛൻ മനസ്സിലായത് മറന്നു കാണുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ അച്ഛൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് പതുക്കെ ഈ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. എനിക്കിത് കേട്ടിട്ട് വല്ലാത്ത ദേഷ്യം വന്നു. ഉള്ള കാര്യം പറയാം, എനിക്ക് ഭയങ്കര സങ്കട ദേഷ്യമാണ്. ഞാൻ പറഞ്ഞു എന്ത് പണിയാന്ന് വെച്ചാൽ ഇവര് ഇങ്ങനെയൊക്കെയാണോ മനുഷ്യര് ചെയ്യണതെന്നൊക്കെ പറഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോണ്ടോ അപ്പൊ അച്ഛനോടെ മേശത്തട്ടിട്ട് എഴുന്നേറ്റിട്ട് എനിക്കിട്ട് 2 ചീത്ത. ഇയാൾ എന്നാ കണ്ടിട്ടാണ് അച്ഛനാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടേ എന്നെ ഊടുപാട് ചീത്ത. ഞാനിങ്ങനെ കണ്ടു, ഞാൻ ഏതാണ്ട് എന്നിട്ട് അച്ഛനോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. അച്ഛാ, എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചോണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങുന്നതെങ്കിൽ തിരിച്ചു കിട്ടുന്ന പണിക്ക് പോകണം, അല്ലാണ്ട് ഈ നല്ല വരേണ്ടത് എന്ന് അച്ഛനോട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് ഒരച്ഛനായി തീരുമ്പോഴാണ് ആ അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നത്. ഒരു പിതൃഹൃദയം, കർത്താവിന്റെ ഇടയഹൃദയം, അത് പട്ടം കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമുക്കത് പിടികിട്ടത്തില്ല. അതിൽ നിന്നാണ് അച്ഛനെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തത്, ആ മനുഷ്യൻ അവരത് വിട്ടുപോയത് ഒരു കുഴപ്പമായിട്ട് പോലും അച്ഛനെ തോന്നിയിട്ടില്ല. എനിക്കതൊരു ഭയങ്കര ഇത്രയും വർഷമായി, 15 വർഷത്തോളം ഇങ്ങനെ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങളിൽ ഈ കാര്യം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് അറിയാതെ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. പക്ഷെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാനുഷികമായി വളരെ പെട്ടെന്ന് പോസിറ്റീവായിട്ട് എടുക്കൽ അത്ര എളുപ്പമല്ല. അത് എടുക്കും അച്ഛന്മാരൊക്കെയാണ് പോലും പതുക്കെ ഇച്ചിരി പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കൊക്കെ അത് ശരിയായി വരും. പക്ഷേ വൈദികരുടെ ഉത്സാഹത്തെ കുറയ്ക്കാൻ ഇത് ഒത്തിരി വിധത്തിൽ കാരണമായി തരാറുണ്ട്. വളരെ ഗൗരവമായി കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥമായി സകലതും മറന്ന് പണിയെടുത്ത് ഓടി നടന്ന് കഴിയുമ്പോൾ ഏറ്റവും അവസാനം അതിപ്പോ അങ്ങനെയായിരുന്നു, ഇതിപ്പോ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന, അത് കേൾക്കാൻ ഇവര് തന്നെ ഇത് കേൾക്കുകയും ചെയ്യും. അതാണ് അതിന്റെ കഷ്ടം. ഇവരൊന്ന് കേൾക്കാനായിട്ട് വരും. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. അച്ഛന്മാരൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത്, അവർക്കൊന്നും താല്പര്യമില്ല, പിന്നെ നമ്മൾ എന്തിനാ പാടുവിടാൻ പോകുന്നത് എന്നൊക്കെ ആളുകൾ നമ്മുടെ വീടുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ തിരുസഭ അവരോട് പറയുകയാണ്, വൈദികരോട് പറയാണ് അങ്ങനെ തോന്നരുത്, അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം ഇത് അച്ഛന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയല്ല, അച്ഛന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയല്ല. ഞങ്ങളുടെ പ്രൈസ് ഹോമിലൊക്കെ ചെല്ലുമ്പം ഞങ്ങൾ കാണാറുള്ള ഒരു കാര്യം, അവിടുത്തെ വൈദികർക്ക് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ ഇടവകയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ജനക്കൂട്ടം എല്ലാവരും വരുന്നു, ഭയങ്കര ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ അധികമൊന്നും വരണം. വളരെ അപൂർവം ആളുകൾ ബർത്ത്ഡേക്കോ അങ്ങനെ ഒക്കെ വന്നു എന്നല്ലാതെ അവരുടെ ശുശ്രൂഷകളെയൊക്കെ അനുദിവസം ഓർത്തോണ്ടിരിക്കുകയും അതിന് നന്ദി പറഞ്ഞോണ്ടിരിക്കുകയൊന്നുമില്ല. പക്ഷെ അവരതൊക്കെ അവരുടെ മനസ്സിലതുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചെന്നിരിക്കുമ്പോൾ അവർ അതിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ
അവരുടെ സംതൃപ്തി അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ്. അല്ലാണ്ട് ദൈവജനം അതിന് വലിയ നന്ദി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷെ ആധുനിക കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പം പലപ്പോഴും ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന വൈദികരും ഇടയ ശുശ്രൂഷകരും ഒക്കെ പലപ്പോഴും നമ്മൾ അർഹിക്കാത്ത തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, അർഹിക്കാത്ത നന്ദികേടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നും ഇതെന്തിനാണ് എന്ന് തോന്നും. പലപ്പോഴും നമുക്കറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, കത്തോലിക്ക സഭ ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്. ഇപ്പം ആതുര സേവന സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളെ കുറ്റം പറയുന്നത് പോലെ വേറെ ആരും അവരുടെ കമ്മ്യൂണിറ്റിയെ നേതൃത്വത്തെ കുറ്റം പറയാറില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പൊ നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്ന് കരുതുക, കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ രോഗികൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലമാകട്ടെ, അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒന്നാലും അതത്ര നമുക്ക് തന്നെ വേണ്ടത്തൊരു മതിപ്പില്ലായ്മയും ഒക്കെയുണ്ട്. ഇതൊക്കെ വൈദികർക്ക് അറിയുകയും ചെയ്യും. അവർ കഠിനാധ്വാനം ചെയ്തൊക്കെ ആയിരിക്കും നടത്തുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ ഒത്തിരി പറയുന്നുണ്ട്, ഇതൊക്കെ വേറെ വല്ല കമ്മ്യൂണിറ്റിക്ക് വരുന്നതൊക്കെ ചെയ്തു കൊടുത്തെങ്കിൽ അവരൊക്കെ എങ്ങനെയായിരുന്നേനെ, എന്തോരം ഓടി വന്നേനെ എന്നൊക്കെ ഞാനും ധാരാളം കേട്ടത്, നിരന്തരം കേൾക്കുന്നതാണ്. പലപ്പോഴും അച്ഛന്മാരവരെ കേട്ടടാ നീ അത് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്തിനേറെ പറയണു. നമ്മുടെയൊക്കെ സോഷ്യൽ സർവീസ് വിഭാഗങ്ങളിൽ പോലും നമ്മുടെ ഏത് രൂപതയിലെ ഡയറക്ടേഴ്സിനോട് നിങ്ങൾ സംസാരിച്ച് നോക്കിയോ, അവിടെയൊക്കെ അതിന്റെ നന്മ സ്വീകരിക്കാൻ വരുന്നവരും അതിനോട് കൂടെ നിൽക്കുന്നവരും ഒക്കെ പലപ്പോഴും പുറത്തുള്ള ആളുകളാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. നമ്മളത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. തിരുസഭ പഠിപ്പിക്കുകയാണ്, ഉത്സാഹത്തോടെ ശുശ്രൂഷ ചെയ്യണം. ഓക്കെ, ഇത് തോന്നാം, ഇത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് തോന്നാം. അത് തോന്നുന്നു അന്ന് രാത്രി വരെ തോന്നാവുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. അന്ന് രാത്രി ആകുമ്പോഴത്തേക്കും കുരിശൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതിനെ ഓർക്കം ചെയ്ത് പിറ്റേ ദിവസം അതിനേക്കാൾ ഉത്സാഹത്തോടു കൂടെ ഈ ശുശ്രൂഷ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. ചിലപ്പോൾ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഫലം മേടിക്കേണ്ട ആളുകൾ അങ്ങോട്ട് തിരിച്ചിരിക്കും. പക്ഷെ അത് ശുശ്രൂഷ ഉത്സാഹത്തോടെ ചെയ്യണം എന്നുള്ളത് കർത്താവ് പഠിപ്പിക്കുന്ന, തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിലാണ് വൈദികന്റെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. അതിലാണ് ഈ ഇടയന്മാരുടെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്, ഈ ഉത്സാഹത്തിലാണ്. ഇനി നാലാമത്തെ കാര്യം ധൈര്യത്തോടു കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ധൈര്യത്തോടു കൂടെ ചെയ്യണം, ആശങ്കപ്പെടാതെ ഭയപ്പെടാതെ അത് ചെയ്യണം. അത് ഏത് കാര്യമായാലും ശരി. ഇപ്പം ദൈവജനത്തിന് ഒരു തെറ്റുപറ്റുന്ന സാഹചര്യങ്ങളിൽ ഇത് തെറ്റാണ് എന്ന് ധൈര്യത്തോടു കൂടെ അവരോട് പറയാൻ, അവരുടെ അപ്രീതി ഉണ്ടാകാം, ചിലപ്പോൾ അവർ നമ്മളെ മാറ്റി നിർത്താം. അങ്ങനെയുള്ള സാഹചര്യം പോലും തെറ്റാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. ചിലപ്പം പുറത്തുനിന്ന് അറ്റാക്കുകൾ ഉണ്ടാവാം, ഭീഷണികൾ ഉണ്ടാവാം. ആ സമയത്തൊക്കെ കർത്താവിന്റെ ഹിതമാണ് അതെങ്കിൽ അത് ഉറപ്പുവരുത്തണം ആദ്യം. ആണെങ്കിൽ ധൈര്യത്തോടു കൂടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നത്: നിത്യപുരോഹിതനും ഇടയനും നമ്മുടെ ആത്മാക്കളുടെ മേലധ്യക്ഷനുമായ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ വിശുദ്ധിയോടും വിനയത്തോടും, 3 ഉത്സാഹത്തോടും, 4 ധൈര്യത്തോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. അത് സ്വന്തം വിശുദ്ധീകരണത്തിലുള്ള മാർഗമായി തീരും. തീരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ അച്ഛന്മാർക്കും ഇടയന്മാർക്കും ഒക്കെ അല്ലെ പിന്നെ എന്ത് ത്യാഗം ഇരുന്നിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും അല്ലെ എന്ത് പങ്കപ്പാടിരുന്നിട്ടാണ്. അവർക്ക് ആകെ കൂടി അവൈലബിൾ ആയിട്ടുള്ള സഹനം എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണ്, അല്ലെ. ഏതെങ്കിലും അച്ഛൻ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പട്ടിണി മിഷൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ധാരാളം കേട്ടോ. അങ്ങനെ അല്ലാതെ കേരളത്തിലോ ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ഒരച്ഛനെയും പട്ടിണി കിടന്ന് മരിക്കാൻ ജനം അനുവദിച്ച ചരിത്രമില്ല. അങ്ങനെ സംഭവിക്കാറില്ല. പിന്നെ അവർക്കുണ്ടാകാവുന്ന സഹനങ്ങൾ ഏതാണ്? അവരുടെ വിശുദ്ധീകരണത്തിനും സഹനം ആവശ്യമുണ്ടല്ലോ. അതിന്റെ സഹനം എവിടെ നിന്നാണ്? അതിന്റെ സഹനം ഇങ്ങനെ തന്നെയാണ്. നന്മ ചെയ്തിട്ട് തിരികെ കിട്ടുന്ന വേദനകളാണ് വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം. നന്മ ചെയ്തിട്ട് തിരികെ കിട്ടുന്ന വേദനകളാണ് വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം. ഇതിപ്പോ ഇങ്ങനെ കസേരയിൽ ഇരുന്നുകൊണ്ട് പറയാൻ നല്ല രസമാണ്. ഈ സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഞാനും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അതുകൊണ്ട് അത് കേൾക്കുമ്പം ഇത് പറയാൻ കൊള്ളാമെന്ന് നമുക്ക് തോന്നാം. സത്യമാണത്, പറയാൻ കൊള്ളാം. പക്ഷെ അനുഭവിക്കുകയും ചെയ്യുകയും കൂടെ ചെയ്യുമ്പോഴാണ് അതിന്റെ നന്മ ഉണ്ടാകുന്നത്. അതാണ് വിശുദ്ധീകരണത്തിന്റെ മാർഗം. കാരണം അത് കർത്താവ് നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. ജസ്റ്റ് സഫറിങ്സ് ആൻഡ് അൺജസ്റ്റ് സഫറിങ്സ് എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ന്യായപൂർവകമായ സഹനങ്ങളും അനീതി സഹനങ്ങളും. ഇതിലേതാണ് വിശുദ്ധിക്ക് കാരണമായി തീരുക? നമ്മൾ ചിലപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അനീതി സഹനങ്ങളാണ്, അഥവാ അൺജസ്റ്റ് സഫറിങ്സ് ആണ് ഒരാളുടെ വിശുദ്ധിക്ക് കാരണമായി തീരുക. ജസ്റ്റ് അല്ലാത്ത സഫറിങ്സ് അത് ഒരാളുടെ വിശുദ്ധിക്ക് കാരണമായി തീരും. ജസ്റ്റ് സഫറിങ്സ് വിശുദ്ധിക്ക് കാരണമായി തീരില്ല. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ജസ്റ്റ് സഫറിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ജസ്റ്റ് സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൊള്ളിത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളുന്നത് ജസ്റ്റ് സഫറിങ് ആണ്. ഉദാഹരണത്തിന് ഒരാള് ടെറസിന് മുകളിൽ കയറുമ്പോൾ ഒന്ന് ചാടി എങ്ങനെ ഉണ്ടാവും?
നല്ല രസം ഉണ്ടാവുമായിരിക്കും. ഒറ്റച്ചാട്ടം താഴ്ത്തു കൊണ്ട് കാലൊക്കെ ഒഴിച്ചു എന്ന് പറയാണ്, കർത്താവെ എൻ്റെ കാലൊടിച്ചു, എന്തൊരു വേദന, ഈ വേദന ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോക്ഷത്തിന് വേണ്ടി കാഴ്ചവെക്കുകയൊക്കെയാണ്, എന്നാലും കർത്താവ് എനിക്ക് ഈ വേദന തന്നല്ലോ എന്നൊക്കെ പറയാന്ന് കരുത്. അതിനകത്ത് കർത്താവ് തന്നതുമല്ല, ആ വേദനയ്ക്ക് രക്ഷാകര മൂല്യവുമില്ല. കാരണം ഇയാൾ ഒരാവശ്യമില്ല, അത് എടുത്തിയാടി സ്വയം വരുത്തി വെച്ചതാണ്. അല്ലെങ്കിൽ ഒരു കൊച്ച് അമ്മ 2 ചീത്ത അങ്ങ് കൊടുത്തു, അമ്മ കൈ കിട്ടി തലക്കെട്ട് 2 കൊടുത്തു, കൊച്ചു പോയിട്ട് വൈകുന്നേരം കുരിശ് വരയ്ക്കാൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മ തന്ന സഹനമൊക്കെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് സഫറിങ് ആണ്, അത് നിനക്ക് കിട്ടേണ്ടതാണ്. കിട്ടേണ്ട സഫറിങ് മേടിക്കുന്നതിന് ഒരു പുണ്യവും ഇല്ല. ഓഫ് കോഴ്സ് അയാൾക്ക് അതിനെ കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യാം. തോന്നിയ ദിവസം കാണിച്ചാണ് കെട്ടറസിന് മുകളിൽ ചാടിയെങ്കിൽ പോലും അയാൾക്ക് ആ വേദനയൊക്കെ പിന്നീട് കർത്താവിന്റെ കുരിശുമരണത്തിന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ലെന്നല്ല പറഞ്ഞു. പക്ഷേ ന്യായമായത് ചെയ്തിട്ടുണ്ടാകുന്ന സഹനങ്ങളുണ്ടല്ലോ, ശരിയായത് ചെയ്തിട്ട് നന്മ ചെയ്തിട്ടുണ്ടാകുന്ന സഹനങ്ങൾ, അത് രക്ഷാകരമാണ്. അതേ രക്ഷാകരമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈശോ വെറുതെ സഹിച്ചു എന്നുള്ളതല്ല നമ്മുടെയും കൂടെ രക്ഷയ്ക്ക് ആധാരം. ഈശോ കഷ്ടപ്പെട്ടതല്ല ആധാരം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈശോ ഏറ്റെടുത്ത സഹനങ്ങളൊക്കെ ഏതാണ്ട് അതിനടുത്ത് ഏറ്റെടുത്തിട്ടുള്ള വേറെ ആളുകളും ഇല്ലേ? ബാഹ്യമായി ചിന്തിച്ചാൽ ഉദാഹരണത്തിന് കർത്താവിന്റെ അപ്പുറം ഇപ്പുറം കുരിശി തറയ്ക്കപ്പെട്ട ആളുകൾ അതുപോലെ കുരിശി വന്നുകൊണ്ട് പോയിട്ട് അവിടെ നിന്നിട്ടാണ്. പക്ഷെ എന്താണ് കർത്താവിന്റെ സഹനത്തെ വ്യത്യസ്തമാക്കുന്നത്? അവിടുന്ന് നിഷ്കളങ്കനായ കുഞ്ഞാടായിരുന്നു എന്നുള്ളതാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, അതായത് പാപമോ ലോകത്തിന്റെ മാലിന്യമോ ഏക്കാത്തത്ര ശിശുക്കൾ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ? അതുകൊണ്ടാണ് കുഞ്ഞാട് എന്ന് പറയുന്നത്. വിശുദ്ധിയുള്ള ആട് എന്നാണ് അതിന്റെ അർത്ഥം. കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ സംഭവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് പാപമൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് പാപരഹിതനായിരിക്കെ, നിർമ്മലനായിരിക്കെ, കുറ്റമില്ലാതിരിക്കെ കുറ്റവാളിയുടെ സഹനങ്ങൾ ഏറ്റെടുക്കും. ഒരു കുറ്റവും ഇല്ലാതിരിക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളികൾ അനുഭവിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കുന്നു, കുരിശിൽ ഏറ്റെടുക്കുന്നു. നോക്കണം, അതാണ് കർത്താവിന്റെ സഹനത്തിന്റെ അർത്ഥം. അല്ലാതെ മറ്റു കള്ളന്മാരേറ്റെടുത്ത ശിക്ഷ എന്താണ്? അവരുടെ കുറ്റത്തിന്റെ ശിക്ഷയാണ്. ഈശോ ഏറ്റെടുക്കുന്നത് വിശുദ്ധിയുടെ അടയാളമായി ജീവിക്കുമ്പോൾ, പാപരഹിതനായി അവിടുന്ന്, പാപം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ മറ്റുള്ളവർക്ക് സമനായിരുന്നു എന്ന്, പാപരഹിതനായിരിക്കെ, ഒരു ശിക്ഷയും ഏറ്റെടുക്കേണ്ടതില്ലാതിരിക്കെ, അവിടുന്ന് തന്നെ ദൈവമായിരിക്കെ, പരിശുദ്ധിയുടെ പൂർണ്ണതയായിരിക്കെ അവിടുന്ന് സഹനം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് അത് വിശുദ്ധീകരണത്തിന്റെ കാരണമായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നന്മ ചെയ്തിട്ടുണ്ടാകുന്ന സഹനം മാത്രമേ കർത്താവിന്റെ രക്ഷാകര സഹനത്തോട് ചേർത്ത് വയ്ക്കാവുന്ന സഹനമാവുകയുള്ളൂ. അതുകൊണ്ടാണ് വൈദികർ നന്മ ചെയ്യണം, ഇടയന്മാർ അവരെ ശുശ്രൂഷ ചെയ്യണം, എന്നിട്ട് അവർ സഹനമേറ്റെടുക്കണം. അതുവഴി അവരുടെ വിശുദ്ധീകരണം നടക്കും. നമ്മളിപ്പോ പറയുന്നത് വൈദികരുടെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ്, ഇടയന്മാരുടെ വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. അവർ കൊടുക്കുന്ന ശുശ്രൂഷകളും അതും അവരുടെ വിശുദ്ധീകരണത്തിന് കാരണമായി. അപ്പൊ ഒന്നാമത് ഇർസ പഠിപ്പിക്കുന്നത് ഞാൻ ഇപ്പൊ രണ്ടാമത് പറഞ്ഞ കാര്യമാണ്. അതായത് ദൈവജനത്തിന് വൈദികൻ, ഇടയന്മാർ കൊടുക്കുന്ന ശുശ്രൂഷയാണ് അവരുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം. അവർ ചെയ്യുന്ന ശുശ്രൂഷയാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. അല്ലാതെ അവരേറ്റെടുക്കുന്ന വിശുദ്ധിയുടെ പ്രവൃത്തികളല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കറിയാവുന്ന ഏതുതരം വിശുദ്ധീകരണം, അച്ഛൻ ഉപവാസം എടുക്കുന്നു, കൂടുതൽ ഉപവാസം എടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ല അച്ഛൻ വിശുദ്ധനാകുന്നത്. അച്ഛന്റെ വിശുദ്ധിയുടെ അടിസ്ഥാനം അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകളാണ്. അതിനെ ആഡ് ഓൺ ചെയ്യുകയാണ് ഈ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പരിത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ചെയ്യണം, ആഡ് ഓൺ ചെയ്യണം. ഇനി വൈദികൻ ചെയ്യുന്നത് ഈശോയിൽ അത് ഇപ്പൊ ഒരു അച്ഛൻ കുമ്പസാരിപ്പിച്ച് കഴിയുമ്പോൾ അച്ഛൻ ആ കുമ്പസാരിച്ച പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിഹാരം ചെയ്യാനും അച്ഛൻ ബാധ്യസ്ഥനാണ്. ഈശോ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഒരു കുമ്പസാരം കഴിഞ്ഞ് അച്ഛൻ പാമോചനം കൊടുത്തിട്ട് കുശാലായിട്ട് വീട്ടിൽ പോവല്ല ചെയ്യുക, അച്ഛൻ അതിന് പരിഹാരം ചെയ്യണം. ഇനി എങ്ങനെയൊക്കെയാണ് ഈ വിശുദ്ധിയുടെ ശുശ്രൂഷയെ കുറിച്ച് അതിനിങ്ങനെ തിരുസഭ പഠിപ്പിക്കുകയാണ്. പൗരോഹിത്യ പദവിയുടെ പൂർണ്ണതയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മെത്രാന്മാരെ കുറിച്ച് പറഞ്ഞു, ഇടയന്മാരെ കുറിച്ച് പൊതുവെ പറഞ്ഞിട്ട് മെത്രാന്മാർ അവര് കൗദാശിക പ്രസാദവരത്താൽ സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഈ കൗദാശിക പ്രസാദവരം നൽകപ്പെട്ടിരിക്കുന്നു. അതുപയോഗിച്ച് അതുവഴി ഒരു 3-4 കാര്യങ്ങൾ പറയണം. 1 പ്രാർത്ഥിച്ചും, 2 പ്രസംഗിച്ചും, 3 പരിത്യാഗം ചെയ്തും, 4 മെത്താനടുത്ത ജോലിയുടെയും ശുശ്രൂഷയുടെയും എല്ലാ സംവിധാനങ്ങളും വഴി സമ്പൂർണമായ അജപാലന ജോലി നിർവഹിക്കാനും, 5 ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കാനും നിർഭയം അജഗണങ്ങൾക്ക് മാതൃക നൽകിക്കൊണ്ട് സഭയെ സ്വമാതൃക വഴി നാൾതോറും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർത്താനുള്ള വരമാണ് അവർക്ക് നൽകപ്പെടുന്നത്. ഇപ്പൊ മെത്രാന്മാർക്ക് നൽകപ്പെടുന്ന വരം എങ്ങനെ, എന്തിനുള്ളതാണ് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കേട്ടത്. എങ്ങനെ
എന്തിലേക്ക്? എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ ചെയ്യേണ്ടത് 5 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, അവർ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പിതാക്കന്മാരെയൊക്കെ അടുത്തറിയാമെങ്കിൽ അവരെന്തുമാത്രം സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് അടുത്തറിയാവുന്ന പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അവരൊത്തിരി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അവരെ ആരംഭിക്കുന്നത്. പ്രാർത്ഥിച്ചു. 2, പ്രസംഗിച്ചു. നോക്കിയേ, രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രസംഗിക്കലാണ്. അവരുടെ പ്രസംഗിക്കൽ അവരുടെ വിശുദ്ധീകരണ ശുശ്രൂഷയാണ്. അവരുടെ പഠിപ്പിക്കൽ വിശുദ്ധീകരണ ശുശ്രൂഷയാണ്. പ്രസംഗിച്ചു. 3, പരിത്യാഗം ചെയ്തു. അവർ നടത്തണ സ്വയമായി ഏറ്റെടുക്കേണ്ട ആത്മപരിത്യാഗം 3ാമത്തേതാണ്. 4ാമത്തേത് മെത്രാന്റെ ജോലിയും ശുശ്രൂഷകളും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചെയ്യൽ വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയാണ്. 5, സ്വജീവൻ അർപ്പിക്കാൻ വേണ്ടി മാതൃക നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കൽ ഈ മെത്രാന്റെ വിശുദ്ധീകരണ പ്രവൃത്തിയാണ്. മറ്റുള്ളവർക്ക് മാതൃക കൊടുക്കും, മറ്റുള്ളവർക്ക് സന്മാതൃക കൊടുക്കും. അതിന് കുറച്ച് ക്ലേശമുണ്ട് അല്ലെ? ഒരു മാതൃക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ക്ലേശകരമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളതാണ് സത്യം. മാതൃക കൊടുക്കേണ്ടത്. ഇപ്പൊ മാതാപിതാക്കൾ, അതൊരു യുവാവ് സാധാരണ പോലെ അങ്ങ് ജീവിച്ചു. അപ്പനായി കഴിയുമ്പം സ്ഥിതി മാറും. അവന് പിന്നെ കൊച്ചിന് മാതൃക കൊടുത്തേ പറ്റൂ. അതുവരെ അവൻ എന്നെ കാണിച്ച് നടക്കായിരുന്നു. പക്ഷെ പിന്നീട് അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു മാതൃകയുടെ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ പിള്ളേർക്ക് അത് തോന്നും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മാതൃക കൊടുക്കൽ അതൊരു ക്ലേശമുണ്ട്. ആ ക്ലേശം വിശുദ്ധീകരിക്കുന്നതാണ് എന്നുള്ളതാണ്. അത് ഈ വിശുദ്ധി അവർ ചെയ്യുന്നത് വരപ്രസാദത്താലാണ്, വരപ്രസാദ സഹായത്താലാണ്, അവരുടെ കഴിവുകൊണ്ടല്ല. ഇതാണ് കത്തോലിക്ക സഭയിലെ നേതൃത്വത്തിന്റെ വിശുദ്ധിയും ഇതര സമൂഹങ്ങളുടെയൊക്കെ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ വ്യത്യാസം. ഇപ്പൊ ഒരു ആൾ ദൈവത്തിന്റെ കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടുണ്ടായ ശക്തിയെന്നോ വിശുദ്ധിയെന്നോ എന്തായിരുന്നാൽ തന്നെയും അങ്ങനെയാണ് കണക്കാക്കുക. എന്നാൽ ഇവിടെ ഇത് വരപ്രസാദമാണ്. വരം എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത്, പ്രസാദവരം, ഗ്രേസ് എന്ന് പറയുന്നത് അർഹിക്കാത്ത സമ്മാനമാണ്. അത് കിട്ടാൻ എനിക്കൊരു യോഗ്യതയില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടല്ല തരുന്നത്. അത് നിരുപാധികം അൺകണ്ടീഷണലായിട്ട് ഒരു മെച്ചവും നോക്കാതെ കൊടുക്കുന്നതാണ്. അതിന് ഒരു മാനദണ്ഡമില്ല. ആകെ കൂടിയുള്ള ഒരു മാനദണ്ഡം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയേക്കുന്നത് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കും പറയുന്ന കാര്യമാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടവരെ കർത്താവ് തന്റെ അടുത്തേക്ക് വിളിച്ചു. തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു, തനിക്ക് ഇഷ്ടപ്പെട്ടത് കൊടുത്തു. അതിൽ കവിഞ്ഞൊരു മാനദണ്ഡം എന്ത് ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവൊന്നുമില്ല. അതാണ് അതിന്റെ കാര്യം. ഇനി തുടർന്ന് സിരിസഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. മെത്രാൻ പട്ടത്തിന്റെ സാദൃശ്യത്തിൽ അവരുടെ ആധ്യാത്മിക മകുടമായി രൂപം കൊള്ളുന്ന വൈദികർ, അവരുടെ ആധ്യാത്മിക മകുടമായി രൂപം കൊള്ളുന്ന വൈദികർ. ഇനി അടുത്ത സ്റ്റെപ്പാണ് മെത്രാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വൈദികരെ കുറിച്ച്. അവരെന്താണ്? അവര് ഏക നിത്യ മധ്യസ്ഥനായ മിശിഹ വഴി മെത്രാന്മാരുടെ ദൗത്യത്തിന്റെ വരപ്രസാദത്തിൽ പങ്കുപറ്റും. പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. അതായത് വൈദികർക്ക് ലഭിക്കുന്ന ഈ ശുശ്രൂഷയുടെ പ്രസാദവരം, ഇടയന്മാരുടെ പ്രസാദവരം, അത് അവർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നത് അല്ല. മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വൈദികർക്ക് അവരുടെ ശുശ്രൂഷയുടെ പ്രസാദവരം ലഭിക്കുന്നത്. അതാണ് തിരുസഭയുടെ അനാദി മുതലുള്ള പ്രബോധനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മെത്രാന്മാരെയാണ് കർത്താവ് വാഴിച്ചത്. മെത്രാന്മാരെയാണ് കർത്താവ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് മെത്രാന്മാരായിട്ടാണ് വാഴിച്ചത്. അവരുടെ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി അവരോട് കൂട്ടിച്ചേർത്തവരാണ് വൈദികർ. വൈദികർ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് മെത്രാന്മാരോടാണ്. മെത്രാന്മാരാകട്ടെ അപ്പസ്തോല സംഘത്തിൽ ആണ് കൂട്ടിച്ചേർന്നിരിക്കുന്നത്. ഒരു മെത്രാനെ വാഴിക്കുമ്പം അദ്ദേഹം അപ്പസ്തോല സംഘത്തിന്റെ അംഗമാണാവുന്നത്. ഒരു വൈദികനെ വാഴിക്കുമ്പോഴോ മെത്രാന്റെ സഹായിയായിട്ടാണ്, എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാണ്, മെത്രാന്റെ പ്രതിനിധിയായിട്ടൊക്കെയാണ് വൈദികന്മാർ. അപ്പൊ അതുകൊണ്ട് ഈ മെത്രാൻ ഇങ്ങനെയാണത്, മിശിഹ വഴി മെത്രാന്മാരുടെ ദൗത്യത്തിന്റെ വരപ്രസാദത്തിൽ ഇവർ പങ്കുവറ്റുകയാണ് ചെയ്യുന്നത്. വൈദികരായ ഞങ്ങള് മെത്രാന്മാരുടെ വരപ്രസാദത്തിൽ പങ്കുവറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ കാര്യം. നമ്മൾ വൈദികരായിരിക്കും ഞങ്ങൾ എല്ലാവരും എളിമയോടുകൂടി അത് ഓർക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി ആളുകളോട് സംസാരിക്കുമ്പം ഇവരുടെയൊക്കെ ഒരു ധാരണയുടെ, സാധാരണ ആളുകളുടെ ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ, ഇവൻ കാറ്റഗിസം ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പോലും ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്, പല ആളുകളെ സംബന്ധിച്ചും മെത്രാന്മാരെന്ന് പറയുന്നത് അച്ഛന്മാരുടെ ഒരു ലീഡർ എന്നുള്ള നിലയിലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ, ഒരു സന്യാസ സമൂഹത്തിലെ സുപ്പീരിയർ സംബന്ധിച്ച് ശരിയാണ്. അദ്ദേഹം അവരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ആണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന അവരൊരു നേതാവാണ്, അവരുടെ ഭരണകാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ളത്. പക്ഷെ ഒരു മെത്രാനും വൈദികനും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരു അൽമായനും അല്ല ഒരു ഡീക്കനും വൈദികനും തമ്മിലുള്ളതുപോലെ വലിയ സത്തയിൽ തന്നെ വ്യത്യാസമുണ്ട്. പൗരോഹിത്യത്തിന്റെ പടിയിൽ വ്യത്യാസമുണ്ട്. അത് മറ്റൊരു പൗരോഹിത്യ ശുശ്രൂഷയാണ്. എന്നാൽ മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിൽ പൗരോഹിത്യത്തിന് വ്യത്യാസമില്ല. അവർ പൗരോഹിത്യത്തിൽ തുല്യരാണ്. വ്യത്യാസമുള്ളത് ദൗത്യത്തിന്റെ കാര്യത്തിലാണ്.
എന്നാൽ വൈദികനും മെത്രാനും തമ്മിൽ ദൗത്യത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമല്ല ഉള്ളത്, പൗരോഹിത്യത്തിന്റെ കാര്യത്തിലാണ് വ്യത്യാസമുള്ളത്. പട്ടത്തിന്റെ കാര്യത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. അതൊരു മറ്റൊരു പട്ടമാണ്, ഉയർന്ന ഒരു പട്ടമാണ്. അപ്പൊ അത് ഉൾക്കൊള്ളുന്ന അധികാരവും അവകാശങ്ങളും എല്ലാം അവരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് ആരാധനാക്രമത്തെ സംബന്ധിച്ചതായാലും ശരി, നൈയാമിക കാര്യങ്ങളെ സംബന്ധിച്ചായാലും ശരി, ഡോക്ട്രൈനൽ വിഷയങ്ങളെ സംബന്ധിച്ചതായാലും ശരി, പരിപൂർണമായ അധികാരം ദൈവം നൽകിയിരിക്കുന്നത് മെത്രാന്മാർക്കാണ്. അവര് കാര്യങ്ങൾ, ഇപ്പം ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലും നൈയാമിക കാര്യങ്ങളിലും ഡോക്ട്രൈനൽ വിഷയങ്ങളും സത്യവിശ്വാസ പ്രബോധന വിഷയങ്ങളിലും ഒന്നും കൺസൾട്ട് ചെയ്യാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവരല്ല. എന്ന് പറഞ്ഞാൽ അച്ഛന്മാരോട് അഭിപ്രായം ചോദിക്കാനൊന്നും അവര് ഉത്തരവാദിത്തപ്പെട്ടവരല്ല. അവരുടെ ഒരു മാനുഷികമായ സഹായത്തിനോ ഒക്കെ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെർട്സിനോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതനുസരിക്കാൻ അവർ കടപ്പെട്ടവരൊന്നുമല്ല. അവർക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കും. കാരണം കർത്താവ് അവരെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്, അവരാണ് അതിന്റെ കസ്റ്റോഡിയൻസ്. ബാക്കിയുള്ളവരൊക്കെ അവരോട് അവര് ചെയ്യേണ്ട ശുശ്രൂഷ അവർക്ക് എല്ലാവർക്കും എത്താൻ പറ്റാത്തതുപോലെ നമ്മൾ വിചാരിക്കണം. അത് ചെയ്യാൻ വേണ്ടി അവര് പട്ടം കൊടുത്ത് അവര് തെരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളാണ് ഈ വൈദികർ. അതുകൊണ്ട് ഒരു വൈദികന് പട്ടം കൊടുക്കുന്ന ഒരു മെത്രാനാണ്. ആ മെത്രാൻ ആണ് ആ വൈദികനോട്. ഒരു മെത്രാന് പട്ടം കൊടുക്കുന്നത് അപ്പസ്തോല സംഘമാണ്. അതുകൊണ്ട് 3 പേര് കൂടി മെത്രാഭിഷേകം നടത്തുന്നു. അത്രയും വലിയ വ്യത്യാസമുണ്ട്. അത് ഞങ്ങൾ അറിയണം. മിശിഹ വഴി മെത്രാന്മാരുടെ ദൗത്യത്തിൽ പങ്കുപറ്റുന്നു. തന്മൂലം തങ്ങളുടെ അനുദിന കൃത്യങ്ങൾ വഴി ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുകയും 3 വൈദിക കൂട്ടായ്മയുടെ ബന്ധം സംരക്ഷിക്കുകയും ചെയ്യണം. ഇനിയും കുറച്ചുണ്ട്. വൈദിക കൂട്ടായ്മയുടെ ബന്ധം സംരക്ഷിക്കാൻ ഓരോ വൈദികനും ബാധ്യസ്ഥനാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു വൈദികന്റെ വിശുദ്ധി ആ വ്യക്തിയിലിരിക്കുന്നതല്ല, പൗരോഹിത്യത്തിലിരിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ കാര്യം. പൗരോഹിത്യത്തിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യ സംഘാത്മകതയ്ക്കാണ് ഈ വിശുദ്ധി നൽകപ്പെടുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളും ആ കൂട്ടായ്മയുടെ വിശുദ്ധിയിൽ പങ്കുപറ്റുന്നില്ല. ആ ആള് പേഴ്സണലായിട്ട് ഞാൻ വലിയ വിശുദ്ധനാണ്, ഞാൻ താപസനാണ്, അച്ഛന്മാരുടെ ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെയല്ല, അതല്ല ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന്റെ മാർഗം. അത് തിന്മയാണ്, തെറ്റാണ്. ഇനി ബന്ധം സംരക്ഷിക്കണം, വൈദിക കൂട്ടായ്മയുടെ ബന്ധം സംരക്ഷിക്കണം. 4 ദൈവത്തിന് സജീവമായ സാക്ഷ്യം വഹിക്കുകയും, ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ വിനീതവും പലപ്പോഴും അറിയപ്പെടാത്തതുമായ സേവനത്താൽ മഹത്തായ വിശുദ്ധിയുടെ സാദൃശ്യം അവശേഷിപ്പിച്ച വൈദികരുടെ മാതൃകയിൽ എല്ലാ ആധ്യാത്മിക നന്മയിലും വളരുകയും ചെയ്യണം. ഞങ്ങൾക്കുണ്ടായിരിക്കേണ്ട മാതൃക ആരും അറിയാതെ നന്മ ചെയ്ത് മഹത്തായ വിശുദ്ധിയുടെ സാദൃശ്യം അവശേഷിപ്പിച്ച വൈദികരെ പോലെ, ഞങ്ങൾക്ക് മുന്നോട്ട് കടന്നുപോയ വൈദികരെ പോലെ ആകണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. സത്യം പറഞ്ഞാൽ അതൊരു വലിയ സത്യമാണ് താനും. കാരണം നമുക്കറിയാവുന്നതുപോലെ, ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഓർക്കുന്നത് പോലെ, ഞങ്ങളുടെയൊക്കെ മുൻ തലമുറകളിലുള്ള വൈദികർ അവരെന്തുമാത്രം വലിയ വിശുദ്ധിയുടെ ശുശ്രൂഷയാണ് ചെയ്തതെന്ന് ഞങ്ങളൊക്കെ എപ്പോഴും ഓർക്കാറുണ്ട്. അവരൊക്കെ ചെയ്തതുപോലെയൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്കും അറിയായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആ തലമുറയുടെ വലിയ സുഹൃതമാണ്. തിരുസഭ തന്നെ അങ്ങനെ പറയാണ്. അങ്ങനെയൊക്കെ ചെയ്തു പോയ ശ്രേഷ്ഠരായ ആളുകളുടെ മാതൃകയിൽ നമ്മൾ വൈദികരായിരിക്കുന്നവരും അവരുടെ വിശുദ്ധിയിൽ വളരണം എന്നാണ് തിരുസഭ. ഇനി അടുത്തത്, അവരുടെ മഹത്വം ദൈവത്തിന്റെ സഭയിൽ നിലനിൽക്കുന്നു എന്നാണ്. അങ്ങനെ ചെയ്യുന്ന വിശുദ്ധരായ വൈദികരുടെ മഹത്വം സഭയിൽ നിലനിൽക്കുന്നു. തുടർന്ന് വൈദികർ തങ്ങൾ കൈകാര്യം ചെയ്യുന്നവ അറിഞ്ഞുകൊണ്ടും, ഇതാണ് അവരുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം, അവർ കൈകാര്യം ചെയ്യുന്നവ അറിഞ്ഞുകൊണ്ടും, 2 അനുവർത്തിക്കുന്നവ അനുകരിച്ചുകൊണ്ടും. ഇത് 2 പ്രധാനപ്പെട്ടതാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അവരറിയണം. വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവരറിയണം. അതറിയാൻ വേണ്ടിയാണ് അവരെ 10-12 വർഷം പഠിപ്പിക്കുന്നത്. അതവരറിയണം. അത് പഠനം കൊണ്ടും അറിയണം, അനുഭവം കൊണ്ടും അറിയണം. അങ്ങനെ അറിഞ്ഞുകൊണ്ടും. 2-മത്തേത് അനുവർത്തിക്കുന്നവ അനുകരിച്ചുകൊണ്ടും. ചെയ്യുന്ന കാര്യങ്ങൾ അനുവർത്തിക്കണം. ഉദാഹരണത്തിന് കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ കുമ്പസാരിക്കണം. അങ്ങനെ വൈദികൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് അനുവർത്തിക്കണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അനുവർത്തിച്ചുകൊണ്ടും. സ്വന്തം ജനത്തിന് വേണ്ടിയും ദൈവജനം മുഴുവന് വേണ്ടിയും. എന്താണ് സ്വന്തം ജനത്തിന് വേണ്ടി ദൈവജനം മുഴുവന് വേണ്ടി എന്ന് പറയാൻ കാരണം? തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇടവികാരിയാണ്, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് സ്വന്തം ജനം എന്ന് പറയുന്നത്. മറ്റത് ദൈവജനം മുഴുവന് വേണ്ടിയും. ഔദ്യോഗികമായി പ്രാർത്ഥിച്ചുകൊണ്ടും ബലിയർപ്പിച്ചുകൊണ്ടും. ഉപയോഗിക്കുന്ന ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. ഔദ്യോഗികമായി പ്രാർത്ഥിച്ചുകൊണ്ടും ബലിയർപ്പിച്ചുകൊണ്ടും സഭ മുഴുവന്റെയും സന്തോഷത്തിനായി വിശുദ്ധിയിൽ ഉത്തരോത്തരം വളർച്ച പ്രാപിക്കണം. അപ്പൊ ഈ വൈദികര് അവര് വിശുദ്ധിയിൽ ഉത്തരോത്തരം വളർച്ച പ്രാപിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. ഇതിൽ അവസാനം പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതിങ്ങനെ ഔദ്യോഗികമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പിച്ചുകൊണ്ട്. അതെന്ത് പ്രാർത്ഥനയാണത്? ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് പ്രാർത്ഥിക്കും. ഇതെന്ത് പരിപാടിയാണ്? അവരുടെ പേഴ്സണൽ പ്രയറിനെ കുറിച്ച് അല്ല പറയുന്നത്. വൈദികരുടെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം അവരുടെ പേഴ്സണൽ പ്രയറും
പോലും അല്ല. അത് വേണം, അവർക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്, അത്യാവശ്യമായിട്ടും വേണം. പക്ഷെ അതിൻ്റെയും മുകളിൽ അവരുടെ വിശുദ്ധീകരണത്തിന്റെ കാരണം അവരുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. ഔദ്യോഗിക പ്രാർത്ഥന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തിരുസഭയുടെ പ്രാർത്ഥനകൾ ആ ഉദ്യോഗത്താലെ പരികർമ്മം ചെയ്യുന്നതാണ് ഔദ്യോഗിക പ്രാർത്ഥന. തിരുസഭയുടെ ലിറ്റർജി ആ ഉദ്യോഗത്താലെ ബൈ ഹിസ് ഓഫീസ്, ബൈ ദ വെർച്യു ഓഫ് ഹിസ് ഓഫീസ്, അതായത് ആ വൈദികന്റെ വൈദിക സ്ഥാനം കൊണ്ട് പരികർമ്മം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഔദ്യോഗിക പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? തിരുസഭയുടേതാണ് ഈ ലിറ്റർജിക്കൽ പ്രേയേഴ്സ്. അതൊരച്ഛൻ്റെ അല്ല, ഒരു കൂട്ടച്ഛന്മാരുടെ അല്ല, സഭയുടേതാണ്. അത് മെത്രാന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. സഭ ഔദ്യോഗികമായി തരുന്നതാണ്. ആ പ്രാർത്ഥനയും ആ പ്രാർത്ഥന അർപ്പിക്കേണ്ട വിധവും അതിന്റെ റൂബ്രിക്സ് പോലും സഭ നൽകുന്നതാണ്. തിരുസഭ നൽകുമ്പോൾ അത് ബൈ ദ വെർച്യു ഓഫ് ഹിസ് ഓഫീസ് ഹി ഈസ് ഒബ്ലൈജ്ഡ് ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് വൈദികർക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥനയിൽ മാറ്റം വരുത്താൻ പറ്റാത്തത്. ഇപ്പൊ ഒരു അച്ഛൻ ചിന്തിക്കാന്ന് വിചാരിച്ചു, ഈ അനാഫറ എത്ര പോരാ, ഞാൻ കുറച്ചുകൂടെ നല്ലൊരു അനാഫറ ഇന്നലെ രാത്രിയിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാ പിന്നെ അതും കൂടെ കൂട്ടി അങ്ങ് ചെല്ലാം. അല്ലെങ്കിൽ ഒരു വെറൈറ്റിക്ക് ആളുകൾ ഈ പ്രാർത്ഥന കേട്ട് മടുത്ത് കാണുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പകരം ഞാൻ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ നാളത്തെ ധ്യാനത്തിന്റെ ഫലമാണ്, കുറെ കൂടെ മീനിങ് ആണ്. എന്നാ പിന്നെ അത് ചെല്ലിയേക്കാം എന്ന് അച്ഛന് വെക്കാൻ പറ്റില്ല. അച്ഛന് അതിന്റെ മേൽ കൈവയ്ക്കാനുള്ള അധികാരമില്ല. അത് സഭയുടേതാണ് ആ പ്രാർത്ഥന. അത് പരികർമ്മം ആ ഓഫീസ് കൊണ്ട് പരികർമ്മം ചെയ്യലാണ് അച്ഛന്റെ ദൗത്യം. അതാണ് അച്ഛന് വിശുദ്ധീകരണത്തിന് കാരണമായി തീരുക. അത് ചെയ്യലാണ് ഒന്നാമത്തേത്. അതിന് പുറത്തുള്ളതൊക്കെ സെക്കൻഡറിയാണ്. അതിന് പുറത്ത് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരച്ഛൻ തിരുസഭ നിഷ്കർഷിക്കുന്ന അതേ വിധത്തിൽ ബലിയർപ്പിച്ചു. അപ്പം കുറച്ച് പ്രാർത്ഥനയോട് താല്പര്യമൊക്കെ ഉള്ളൊരു മനുഷ്യൻ വേറൊരു പള്ളിയിൽ ചെന്നപ്പോൾ ആ അച്ഛനാണെങ്കിൽ കുർബാനയുടെ ഇടയ്ക്ക് വേറെ ചില പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നു, അല്ലെങ്കിൽ കുർബാന കഴിയുമ്പോഴത്തേനും കുറച്ച് സ്തുതിക്കുക, ആരാധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. ആ അച്ഛന്റെ പ്രാർത്ഥനയാണ് കുറെ കൂടെ നല്ലത് എന്ന് വിചാരിക്കരുത്. മറ്റേ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ അതിന് മാറ്റി എന്ന് പറഞ്ഞാൽ സഭ നിഷ്കർഷിക്കുന്ന വിധത്തിൽ നിന്ന് മാറ്റി ചെയ്യുന്നതോ അതിന് പുറത്ത് ചെയ്യുന്നതോ ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കരുതരുത്. അകത്ത് മാറ്റി ചെയ്യുന്നത് തെറ്റാണ്, പുറത്ത് ചെയ്യുന്നത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് 5 മിനിറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, ഫൈൻ, ഗുഡ്, നല്ല കാര്യമാണ്, ചെയ്യാവുന്നതാണ്. പക്ഷേ അതും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉള്ളത് എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം അത് അതിന്റെ കൂടെ നമ്മളെ ഒരുമിച്ചൊന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നു. കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനാ സമ്മേളനമൊക്കെ നടന്നൊക്കെ നല്ലതാണ്. പക്ഷേ വിശുദ്ധ കുർബാനയുടെ അഥവാ ലിറ്റർജിയുടെ പ്രാധാന്യവുമായിട്ട് മറ്റേതിനെ താരതമ്യം ചെയ്യുക പോലും ചെയ്യരുത്. ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെയൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ട് ആളുകൾക്ക് ചിലപ്പോൾ വൈകാരികമായ അനുഭൂതികൾ ഉണ്ടാകുന്ന പ്രാർത്ഥനാ രീതികളോട് വലിയ താല്പര്യം തോന്നാം. അത് കാലക്രമത്തിൽ അങ്ങനത്തെ പ്രാർത്ഥനകൾ കൊണ്ട് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന സെക്റ്റുകളിലേക്കും പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലേക്കും ഒക്കെയുള്ള ആകർഷണമായിട്ട് മാറും. ശരിക്കും നമുക്കറിയാലോ, നമ്മുടെ എല്ലാവർക്കും അതുപോലെ ലിറ്റർജിക്കൽ ധാരണ ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ജനത്തിന് ഈ വൈകാരിക പ്രാർത്ഥനകളുടെ മനോഹാരിത ആസ്വദിക്കാനുള്ള പ്രവണത ഉണ്ടാവും. അതിന് മനോഹരമാണത്. പക്ഷെ അവരെയൊക്കെ ഇത് പഠിപ്പിക്കുകയും കൂടെ ചെയ്യാം. ഔദ്യോഗികമായ പ്രാർത്ഥനകളുടെ മഹത്വം മറ്റതിന് കൊടുക്കരുത്. അപ്പൊ വൈദികരുടെ പ്രാഥമികമായ ദൗത്യം ഈ ഔദ്യോഗിക പ്രാർത്ഥനകൾ സഭ ആവശ്യപ്പെടുന്നത് പോലെ പരികർമ്മം ചെയ്യുക എന്നുള്ളതാണ്. വൈദികനായിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഏക ദൗത്യം തിരുസഭ നൽകുന്ന ഔദ്യോഗിക പ്രാർത്ഥനകൾ, ബലിയർപ്പണം, അത് ജനത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അച്ഛന് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛന് നന്നായിട്ട് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛൻ ഒരു കുടുംബ പ്രാർത്ഥനാ സമ്മേളനം നടത്തുവാണ്. അത് എത്ര വൈബ്രന്റ് ആയിട്ടോ അച്ഛന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചോ അച്ഛനത് ചെയ്യാം. പക്ഷെ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിൽ അച്ഛന്റെ കഴിവൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അച്ഛന്റെ ശ്രദ്ധയും ഏകാഗ്രതയും എളിമയും മാത്രം മതി. അത് അതുപോലെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന പോലെ പരികർമ്മം ചെയ്താൽ മാത്രം മതി. അവിടെ അച്ഛന്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അച്ഛന്റെ കഴിവും അച്ഛന്റെ ആത്മീയ ചൈതന്യവും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കേണ്ടത് എവിടെയാണ്? മറ്റു സ്ഥലങ്ങളിൽ എവിടെയും പ്രകടിപ്പിക്കാം. അത് അച്ഛന്റെ പ്രസംഗങ്ങളിലാവാം, ആളുകളെ സംഘടിപ്പിക്കുന്നതിലാവാം, പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലാവാം, ഒരു കുടുംബത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴാകാം, ഏത് കാര്യത്തിലും ആകാം. അവിടെയൊക്കെ അച്ഛനത് ചെയ്യണം. പക്ഷേ തിരുസഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിൽ അച്ഛനത് ചെയ്യുന്നത് അച്ഛന്റെ വിശുദ്ധിയുടെ അടയാളമായിരിക്കില്ല. അച്ഛൻ ചെയ്യുന്നത് തിരുസഭയോടുള്ള തെറ്റാണ്, ദൈവജനത്തോടുള്ള തെറ്റാണ്. കാരണം എന്താണെന്നറിയാം? ദൈവജനത്തോടുള്ള തെറ്റാണെന്ന് പറയാൻ കാരണം എന്നറിയാമോ? ഈ ജനത്തിന് തിരുസഭ നൽകുന്ന ബലിയർപ്പണം, തിരുസഭ നൽകുന്ന ആരാധനാക്രമം അതേപടി കിട്ടാനുള്ള അവകാശമുണ്ട്. ആ അവകാശം നമുക്ക് തടയാൻ പറ്റില്ല.
സഭ നൽകുന്നത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. ഇറ്റ്സ് എ റൈറ്റ്. ആ അവകാശം അവര് കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് വിശുദ്ധ കുർബാന ഇടയ്ക്ക് ആ പാട്ട് അത്ര പോരാ, കുറച്ചുകൂടെ നല്ലൊരു പാട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് പാടിയേക്കാം എന്ന് വെക്കരുത് എന്നുള്ളത്. സഭയിലുള്ള കുദാശയുടെ ആ പാട്ടിന് രണ്ട് പ്രത്യേകതയുണ്ട്. എന്താണത്? ഒന്ന്, അത് സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിനകത്ത് രൂപപ്പെട്ടു വന്നതായിരിക്കും. സഭാപിതാക്കന്മാരിലൂടെയൊക്കെ രചിക്കപ്പെട്ട് വന്ന പ്രാർത്ഥന ഗാനങ്ങളായിരിക്കും. ആ ഗാനങ്ങളുടെ എങ്ങനെയാണ് നമ്മളിൽ ഒരാൾ എഴുതിയ ഒരു പാട്ടിനെ തുലനം ചെയ്യാൻ പറ്റുക? അതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. അതിന്റെ കണ്ടന്റിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. രണ്ടാമത്തേത്, ഈ പാട്ട് ഒരാളെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ട പാട്ടാണ്. മറ്റേത്, ഇതാണ് ആരാധനാക്രമത്തിന്റെ ഗാനമെന്ന് പറഞ്ഞ്, പ്രാർത്ഥനാ ഗാനം എന്ന് പറഞ്ഞ് സഭ പഠനത്തിനും പരിശോധനയ്ക്ക് ശേഷം നിശ്ചയിച്ച് തന്നിരിക്കുന്നതാണ്. ഇതിനോട് എങ്ങനെയാണ് മറ്റതിനെ കമ്പയർ ചെയ്യാൻ പറ്റുക? അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഞാൻ കുർബാനയിലൊക്കെ ചില പല സ്ഥലങ്ങളിലെ ആളുകൾ ഗായക സംഘമൊക്കെ വന്നിട്ട് ചോദിക്കും, അച്ഛാ ഞങ്ങൾ ഈ പാട്ടൊന്ന് മാറിപ്പാടട്ടെ എന്ന് ചോദിക്കും. അപ്പൊ നമ്മള് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അസ്വസ്ഥ. ഈ അച്ഛൻ ഭയങ്കര കടുപ്പിടുത്തക്കാരനാണോ, അച്ഛൻ എന്നാ ഇതിനകത്തൊരു ഒരു ഇതില്ലേ എന്നൊക്കെ ആളുകൾ ചിന്തിക്കാൻ സാധ്യത. ഇതിനകത്ത് കടുപ്പിടുത്തത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ആ ജനത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണ്ടേ? പാട്ടുകാരൻ ഇഷ്ടമുള്ള പാട്ടാ പറയല്ലോ. നമ്മളത് സഭ തന്നേക്കുന്ന ആരാധനാക്രമം അത് ജനത്തിന് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് വൈദികരുടെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്തത്, തുടർന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇനി ശ്ലൈഹിക കർത്തവ്യ ബാഹുല്യത്താലും, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്ലൈഹിക കർത്തവ്യ ബാഹുല്യതയാലും എന്ന് പറഞ്ഞാൽ ജോലിത്തിരക്ക് കൊണ്ടും അപകട സാധ്യതകളാലും ശ്ലൈഹിക ജീവിത ക്ലേശങ്ങളാലും തടസ്സപ്പെടാതെ ധ്യാനനിഷ്ഠയുടെ സമൃദ്ധിയാൽ പ്രയത്നങ്ങളെ പോഷിപ്പിച്ചും വളർത്തിയുമാണ് ഇത് നിർവഹിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തിരക്കും കാര്യങ്ങളും ഒന്നും ഈ പറഞ്ഞ ഔദ്യോഗിക പ്രാർത്ഥനയെ, ബലിയർപ്പണത്തെ തടസ്സപ്പെടുത്തിക്കൂടാ. അതാണ് അതിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് കുറേ ജോലിയുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് കുർബാന നമുക്ക് ഷോർട്ടാക്കാം. അങ്ങനെ ഒരച്ഛൻ പറയാൻ പാടില്ല, ചെയ്യാനും പാടില്ല. അത് അതിന്റെ നോർമൽ ആയിട്ടുള്ള ഏറ്റവും മിനിമമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി അതുപോലെ തന്നെ അത് ഈ ബലി അർപ്പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ തിരുസഭ പരമേൽപ്പിച്ചിരിക്കുന്ന ഔദ്യോഗിക പ്രാർത്ഥന ശുശ്രൂഷയുടെ എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. അത് അത്തരം ശുശ്രൂഷകളെ, അത്തരം പ്രാർത്ഥനകളെ ഒരിക്കലും നമ്മുടെ ജോലി തിരക്ക് ബാധിക്കാൻ ഇടവരുത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അച്ഛൻ കുമ്പസാരിപ്പിക്കാൻ ഇരിക്കുകയാണ്, ഈസ്റ്ററിന്റെ ദിവസമാണ്. അച്ഛൻ പതുക്കെ കുമ്പസാരക്കൂട്ടി അങ്ങ് എത്തി നോക്കിപ്പോണ്ടാ ആളുകൾ ഒരു കണ്ണത്താ ദൂരത്തോടെ, ഈ റേഷൻ കടന് മുമ്പ് നിൽക്കുന്നേക്കാളും കൂടുതൽ ആൾക്കാർ പുറകിൽ നിൽക്കാന്നങ്ങ് വിചാരിക്കും. അച്ഛൻ ആകെ ആകുലത വരും അല്ലേ? അച്ഛന് സ്വാഭാവികം, ദൈവമേ ഇവരെല്ലാം സംസാരിക്കാൻ നിൽക്കുക, പുറകിൽ ആൾക്കാർ നിൽക്കുന്നു, ഇത് എങ്ങനെയൊന്ന് വേഗത്തിൽ കഴിഞ്ഞൂടാ, അപ്പോ ഞാൻ ഇങ്ങനെ വേഗത്തിൽ അത് ചെയ്ത് ആളുകളെ പറഞ്ഞു വിടണം എന്നൊരാകുലത അച്ഛനുണ്ടാകാൻ പാടില്ല. കുമ്പസാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്റെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന അനുതാപിയോട് മാത്രമേ അച്ഛന് കടമയുള്ളൂ. അതിന്റെ പുറകെ നിൽക്കുന്ന അച്ഛൻ നോക്കേണ്ട കാര്യമായി. ആ ആൾക്ക് ആവശ്യമുള്ളതല്ല, കൊടുക്കേണ്ടതല്ല. ഇനി പക്ഷെ ആരും ഇല്ലാത്ത ഒരൊറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റും. പക്ഷെ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും അതിനാവശ്യമുള്ളതെല്ലാം നൽകിയിട്ടേ ആളെ വിടാവും. എന്ന് പറഞ്ഞാൽ അച്ഛൻ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പോകാനുണ്ട്, അതുകൊണ്ട് ഒരു 25 പേരെ കുമ്പസാരിപ്പിച്ചേക്കാം എന്ന് അച്ഛൻ വിചാരിക്കാൻ പാടില്ല. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലാണ്, അതായത് അങ്ങനെ ഇതിനെയൊക്കെ പോസിറ്റീവായി ചെയ്യുന്നതിലാണ് വൈദികന്റെ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യം പറയുന്നത് പ്രധാനപ്പെട്ടതാണ്, ഞങ്ങളെ കൂടെ പ്രധാനപ്പെട്ട, എല്ലാ വൈദികരും പ്രത്യേകിച്ച് സവിശേഷമായ ചുമതലയുടെ പദവിയാൽ രൂപതാ വൈദികരെന്ന് വിളിക്കപ്പെടുന്നവരും. തിരുസഭയുടെ പ്രബോധനത്തിലെ ഒരു വാചകമാണത്. എല്ലാ വൈദികർക്കും ഇതിന് ദൗത്യമുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറയാണ് രൂപതാ വൈദികരുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ച് സവിശേഷമായ ചുമതലയുടെ പദവിയാൽ, അതൊരു ഓഫീസ് അവരെ പരമേൽപ്പിച്ചിട്ടുണ്ട്. സന്യാസ വൈദികർക്ക് പൗരോഹിത്യം ഇത്തിരി കുറവുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ ഇവർക്കുള്ള പ്രത്യേകത എന്താണ്? അവർക്ക് ഔദ്യോഗികമായ ഒരു പദവി, ഒരു ദൗത്യം, ഒരു ഓഫീസ് നൽകപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിങ്ങനെയാണ്, പ്രത്യേകിച്ച് സവിശേഷമായ ചുമതലയുടെ പദവിയാൽ രൂപതാ വൈദികർ എന്ന് വിളിക്കപ്പെടുന്നവരും സ്വന്തം മെത്രാനോടുള്ള വിശ്വസ്തതാ നിർഭരമായ അടുപ്പവും ഔദാര്യപൂർണമായ സഹകരണവും സ്വന്തം വിശുദ്ധീകരണത്തിന് എത്രമാത്രം സഹായകമാകുന്നുവെന്ന് ഓർമ്മിക്കണം. ഇങ്ങനെയാണ് എല്ലാ വൈദികരും, പ്രത്യേകിച്ച് രൂപതയിലെ വൈദികരും, എല്ലാ വൈദികരും പ്രത്യേകിച്ച് സവിശേഷമായ ചുമതലയുടെ പദവിയാൽ രൂപതാ വൈദികർ എന്ന് വിളിക്കപ്പെടുന്നവരും സ്വന്തം മെത്രാനോടുള്ള വിശ്വസ്തതാ നിർഭരമായ അടുപ്പവും
വിശ്വസ്തയോടുകൂടിയുള്ള, വിശ്വസ്ത എന്ന് പറയുന്നതാണ് ഏൽപ്പിക്കപ്പെടുന്നത് ചെയ്യുന്നതിനെയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. വിശ്വസ്ത നിർഭരമായ അടുപ്പവും ഔദാര്യപൂർണമായ സഹകരണവും എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടത് ചെയ്തു അങ്ങനല്ല, കുറച്ചുകൂടി ഔദാര്യത്തോടെ കൂടുതൽ എന്തെങ്കിലും ചെയ്യണോ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ പുറത്ത് നിൽക്കാം എന്ന് പറയുന്ന ആ മനോഭാവത്തിനാണ് ഔദാര്യപൂർണമായ എന്ന് പറയുന്നത്. അല്ലാണ്ട് അച്ഛന്മാരുടെ ഔദാര്യം എന്നല്ല അതിന്റെ അർത്ഥം, ഉദാരമായ എന്നാണ് അതിന്റെ അർത്ഥം. ഔദാര്യപൂർണമായ സഹകരണവും സ്വന്തം വിശുദ്ധീകരണത്തിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഓർമ്മിക്കണമെന്ന് തിരുസഭ പഠിപ്പിക്കുക. ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് പ്രത്യേകിച്ച് ഞാനൊരു രൂപതാ വൈദികനാണ്. എൻ്റെ വിശുദ്ധീകരണത്തിന് രൂപത മെത്രാനോടുള്ള ബന്ധവും അദ്ദേഹം ഏൽപ്പിച്ച ജോലിയോടുള്ള വിശ്വസ്തതയും, അടുത്തത് ഔദാര്യപൂർണമായ സഹകരണവും എന്ന് പറയാം. ആവശ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ സന്നദ്ധനായിരിക്കുന്നതിനെയാണ് ഈ ഉദാരമായ സഹകരണം എന്ന് പറയുന്നത്. ഔദാര്യപൂർണമായ സഹകരണവും കൊടുക്കുന്നത് സ്വന്തം വിശുദ്ധീകരണത്തിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കണം. ഞങ്ങളെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ജനത്തെ വിശുദ്ധീകരിക്കാനുള്ള ധാർമ്മിക പവറുണ്ടാണ്. നൈയാമിക പവറുണ്ട്, അതിപ്പം ഞങ്ങളെ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ദൈവജനത്തെ വിശുദ്ധീകരിക്കാനുള്ള നൈയാമിക പവറുണ്ട്. പക്ഷെ ധാർമ്മിക ശക്തി ഉണ്ടാകുന്നത് ആത്മധൈര്യത്തോടെ അത് ചെയ്യാൻ, ആശങ്ക കൂടാതെ അത് ചെയ്യാനൊക്കെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണം കൂടിയാണ്. അതുകൊണ്ടെങ്കിലാണ് അത് നമുക്കറിയാമല്ലോ, വിശുദ്ധമായത് അശുദ്ധമായ പാത്രത്തിൽ കൊടുക്കാൻ പാടില്ല, വിശുദ്ധമായ പാത്രത്തിൽ കൊടുക്കും. ഈ വിശുദ്ധി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ വിശുദ്ധി ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നാണ് കിട്ടുന്നത് എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അത് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനമാണ്. ഇത് നമ്മൾ ഓർക്കണം. തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്, കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ രണ്ടെണ്ണമാണ്. അതിനകത്ത് ഒന്നാണ് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതിനകത്താണ് ലൂമിൻ ജെൻസിയം. അതിന്റെ ഹൃദയഭാഗത്ത് വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധി. അതിനകത്ത് വൈദികർക്കുണ്ടാകേണ്ട വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പോലെ വൈദ്യര് ഉപവാസം എടുക്കണമെന്നോ വൈദ്യര് ഇത്ര ഇങ്ങനെ വിചാരിക്കണോ, അതൊന്നും അല്ല പറയുന്നത്. ഇതാണ് ഇവരുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം. അതാണ് അവരുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം. ഓരോ ജീവിതാന്തസ്സിനും വിശുദ്ധിയുടെ പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. അത് ഓരോന്നിനും ഇതാണ്. ഇവിടെ വൈദികരെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഈ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാണ് എന്ന് തങ്ങളെ തന്നെ വൈദികര് ഓർപ്പിക്കുകയും ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി വൈദികരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുസഭ മാതാപിതാക്കളെ കുറിച്ച് ആണ് പറയുന്നത്. അതായത് കുടുംബത്തെക്കുറിച്ച് മാതാപിതാക്കളുടെ വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുക. അതെങ്ങനെയാണ്, അവരുടെ വിശുദ്ധി നിലനിൽക്കുന്ന എന്തിലാണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. ഈ മൂന്ന് മേഖലയുള്ള ആളുകളെ കുറിച്ചാണ് ഈ കൗൺസിലിന്റെ ഈ ഭാഗത്തെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കുന്നത്. ഞാൻ അതിന്റെ മൂന്നെണ്ണത്തിനകത്ത് രണ്ടെണ്ണമെങ്കിലും ഇന്ന് പറയാൻ ശ്രമിക്കാം. 5 മിനിറ്റ് സമയം കൂടെ നമുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ വായിക്കും. വിശേഷിച്ച് മാതാപിതാക്കളും ക്രിസ്തീയ ദമ്പതികളും. ഈ വൈദികരെ കുറിച്ച് പറയുമ്പം അതൊക്കെ തന്നെ ഡീക്കന്മാർക്കും ബാധകമാണ്. അവരോട് ചേർന്നുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കും. ചിലപ്പോൾ ഇപ്പം യൂറോപ്യൻ പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ വചനത്തിന് ശുശ്രൂഷ ചെയ്യാനും കമ്മ്യൂണിയൻ മിനിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നിയമിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാത്തത്. നിങ്ങൾ കൺസൾട്ട് ഡോക്യുമെന്റ് അത് വായിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ഈ കാര്യങ്ങളോട് പറയുന്നുണ്ട്. അവർക്കും ഇതെല്ലാം ബാധകമാണ്. എല്ലാ ശുശ്രൂഷകർക്കും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ്. ഇനി അടുത്ത രണ്ടാമത്തേത് മാതാപിതാക്കളുടേതാണ്. മാതാപിതാക്കന്മാരും ക്രിസ്തീയ ദമ്പതികളും സ്വകീയമായ ജീവിത രീതി അനുവർത്തിക്കുന്നവരെന്ന നിലയിൽ വിശ്വസ്തമായ സ്നേഹത്തിൽ ജീവിതകാലം മുഴുവൻ പരസ്പരം പ്രസാദപരത്തിൽ നിലനിൽക്കാനും ദൈവത്തിൽ നിന്ന് സ്നേഹപൂർവ്വം ലഭിച്ച സന്താനങ്ങളെ ക്രിസ്തീയ പ്രബോധനങ്ങളാലും സുവിശേഷ പുണ്യങ്ങളാലും നിറയ്ക്കാനും കടപ്പെട്ടിരിക്കും. അപ്പോൾ ദമ്പതികളുടെ വിശുദ്ധീകരണത്തിന്റെ മേഖല ഏതാണ്? അതവരുടെ ദാമ്പത്യ ജീവിതത്തിലാണ്, അതിനകത്തുള്ള കടമകളിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തൽ അതവർക്ക് ഒരു ജോലിയല്ല, അതൊരു വിശുദ്ധിയുടെ പ്രവൃത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ, ആധ്യാത്മികമായും ധാർമ്മികമായും ആവശ്യമുള്ളതൊക്കെ കൊടുക്കാനുള്ള കടമ അവർക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി വിവാഹം തന്നെ അവർക്ക് വിശുദ്ധിയുടെ ഒരു മാർഗമാണ്. വിവാഹം തന്നെ ഞങ്ങൾ പ്രീമാരിവേഴ്സ് ഒക്കെ നടത്തുമ്പം എനിക്ക് അങ്ങനെ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രീമാരിവേഴ്സ് നടത്തും. വിവാഹം ഒരുക്ക കോഴ്സ് നടത്തുമ്പോൾ അവരെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് വിശുദ്ധീകരണവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണ്? ഈ എഫെസോസുകാർക്ക് ഇത് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ വിവാഹത്തെക്കുറിച്ച് പറയുന്നിടത്ത് മുഴുവനും ഈ വിശുദ്ധീകരണത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആ ഭാഗം അല്ല, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൗൺസിൽ ഭാഗം വായിക്കാം. അങ്ങനെ മിശിഹ തന്റെ മണവാട്ടിയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത ആ സ്നേഹത്തിന്റെ അടയാളവും ഭാഗഭാഗിത്വവുമായി അവർ നിലകൊള്ളുകയും ചെയ്തു. ഈ നമ്മൾ ആ ഭാഗത്ത് ഇങ്ങനെ വായിക്കും, ക്രിസ്തു സഭയെ വിശുദ്ധീകരിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ വിശുദ്ധീകരിക്കണം, അവളെ രക്തം കൊണ്ട് കഴുകി വെണ്മയുള്ളതാക്കി എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇത് വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നതാണ്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി
ദമ്പതികൾക്ക് വിശുദ്ധീകരണമാണ് ദൈവം നൽകുന്നത്. അവരുടെ വിശുദ്ധീകരണമാണ് ദൈവം അതിനകത്ത് അഭിലഷിക്കുന്നത്. വിവാഹം എന്ന കൂദാശയുടെ പ്രത്യേകത, ഒരു സെക്കുലർ വിവാഹം അതൊരു എഗ്രിമെന്റ് ആണെങ്കിൽ, ഒരുമിച്ച് ജീവിക്കാനുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ, ക്രൈസ്തവ വിവാഹം രണ്ട് വ്യക്തികളെ വിശുദ്ധീകരിച്ച് ഒന്നാക്കലാണ്. അതിനകത്ത് ഈ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സാണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇതിന് സമാനമായ മാതൃക തന്നെയാണ് വേറെ രീതിയിൽ വിധവകളും അവിവാഹിതരും നിർവഹിക്കുന്നത്. അവർക്കും സഭയിലെ വിശുദ്ധിക്കും പ്രവർത്തനക്ഷമതയ്ക്കും അനൽപമായ സംഭാവന നൽകാൻ കഴിയും. നമുക്ക് ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് മുൻപ്, ഇനിയും പറയാനുണ്ട്. അടുത്ത ഈ ദമ്പതികളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സമയങ്ങളിൽ നമ്മളത് പറയും. ഈ വിവാഹിതർക്ക് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ വിധവകൾക്കും അവിവാഹിതർക്കും ഈ വിശുദ്ധിയുടെ ദൗത്യം സഭയിലുണ്ട് എന്ന് തിരിച്ചു പഠിപ്പിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റു മേഖല, തൊഴിൽ ചെയ്യുന്നവർ, ഇനി പ്രത്യേകിച്ച് പറയാണ്, അതിൽ തന്നെ പ്രത്യേകിച്ച് വിശേഷമായി തൊഴിൽ ചെയ്യുന്നവർ, അത് പലപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവർ മനുഷ്യ പ്രയത്നങ്ങൾ വഴി തങ്ങൾ തന്നെ പൂർണ്ണരാക്കുന്നതിനും സഹപൗരന്മാരെ സഹായിക്കുന്നതിനും സമൂഹത്തെയും സൃഷ്ടികളെയും മുഴുവൻ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഉയർത്തുന്നതിനും കടപ്പെട്ടിരിക്കും. അപ്പൊ അതും വിശുദ്ധീകരണത്തിന്റെ അടുത്ത ഒരു മേഖലയാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് വിശുദ്ധീകരണ പ്രവൃത്തിയാണ്. അതുവഴി അവരവർ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കർഷകന്റെ കാര്യം എടുക്കുക. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ സൃഷ്ടിയിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത്. കർത്താവ് തന്റെ വചനത്താൽ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കാൻ, വിളവുകൾ ഉൽപ്പാദിപ്പിക്കാൻ, അത് ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നത് വഴി ആ വ്യക്തിയും വിശുദ്ധീകരിക്കപ്പെടും. മാത്രമല്ല ഭൂമി കൂടുതൽ മെച്ചമുള്ളതായി മാറുകയും ചെയ്യും. അപ്പൊ ഭൂമിയെ കൂടെ കുറച്ചുകൂടി ഒന്ന് പ്യൂരിഫൈ ചെയ്യും. ആ വ്യക്തി തന്നെയും ശോധന ചെയ്യും, വിശുദ്ധീകരിക്കും. അപ്പൊ ആ കഠിനാധ്വാനങ്ങളെല്ലാം ഭൂമിയെ വിശുദ്ധീകരിക്കുന്നതാണ്, പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കുന്നതാണ്, തന്നെ വിശുദ്ധീകരിക്കുന്നതാണ്. ന്യായമായ തൊഴിലുകളെ കുറിച്ച് മാത്രമാണിത് പറയുന്നതെന്ന് ഓർക്കണം. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛാ ഈ ബാർ നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നത് ഇതിനകത്ത് പെടുത്തില്ല. എന്ത് റിസ്ക് എടുത്താണെന്നറിയോ കുഴൽപ്പണം നടത്തുന്നത് എന്ന് പറയുന്നതും ഇതിനകത്ത് ഉൾപ്പെടില്ല. വിശുദ്ധമായ പ്രവൃത്തികൾ, നന്മയുടെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലത്തീൻ കുർബാനയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഭൂമിയുടെ ഫലവും മനുഷ്യകരങ്ങളുടെ അധ്വാനവും. അല്ലെ, അങ്ങനല്ലേ കാഴ്ചവെപ്പിന് ചെല്ലുന്നത്? അങ്ങനെയാണ് അല്ലെ? ഭൂമിയുടെ ഫലവും മനുഷ്യകരങ്ങളുടെ അധ്വാനവും അത് സമർപ്പിക്കുന്നു. അതുവഴി പ്രപഞ്ചത്തെ വിശുദ്ധീകരിക്കുകയാണ്. അതായത് മനുഷ്യന്റെ കരങ്ങൾ പണിയെടുത്ത് ഭൂമിയെ കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് ഫലം ഉൽപ്പാദിപ്പിക്കും. അത് രണ്ടും ദൈവത്തിന് പരിശുദ്ധമായ ഓഫറിംഗ് ആയിട്ട് സമർപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ വിശുദ്ധമായ ഓഫറിംഗ് ആയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഈ ഓഫർ ട്രീയിലൊക്കെ നമ്മൾ പഴങ്ങളും കാഴ്ചകളും വസ്തുക്കളൊക്കെ കൊണ്ട് കൊടുക്കാറില്ല. അപ്പൊ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഇത്തരം പഴമൊക്കെ കൊണ്ടിട്ട് അച്ഛന് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ അവരുടെ മനുഷ്യകരങ്ങളുടെ അധ്വാനമാണ്. ഈ ഭൂമിയെ, കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ഈ ഭൂമിയെ അങ്ങ് നൽകിയ ആരോഗ്യം ഉപയോഗിച്ച് ഞാൻ പ്യൂരിഫൈ ചെയ്യുന്നു, ആ വിശുദ്ധ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു, അത് അങ്ങയുടേതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നത് കൊണ്ട് അത് അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു എന്നാണ് ഈ കാഴ്ച സമർപ്പണത്തിനകത്തൊക്കെ ഉള്ളിലുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുൻപോ ഒക്കെ നമ്മളങ്ങനെ തളികകളിൽ പല കാഴ്ച വസ്തുക്കളൊക്കെ കൊണ്ട് കർത്താവിന് സമർപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിയെ ഞാൻ കുറച്ചുകൂടെ വിശുദ്ധീകരിച്ചത് സമർപ്പിക്കുന്നു എന്നാണ്. ഇത് പുതുതായിട്ടുണ്ടായ ഒരു കാര്യമല്ല. വിശുദ്ധീകരണം ആരംഭിക്കുന്നത് തന്നെ കായന്റെയും ആബേലിന്റെയും അവരുടെ വിളവുകളുടെ സമർപ്പണത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഒന്ന് ദൈവത്തിന് പ്രീതികരമായ, ഒന്ന് പ്രീതികരമായത്, ഉചിതമായ, ഏറ്റവും നല്ലതിൽ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണല്ലോ അത് പ്രീതികരമായി തീരുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അവരുടെ അധ്വാനം, മനുഷ്യ അധ്വാനം, ഉദാഹരണത്തിന് ആംബുലൻസ് ഓടിക്കുന്ന ഒരു മനുഷ്യൻ ശരിക്കും റിസ്ക് എടുത്താണ് അത് ഓടിക്കുന്നത്. ഇന്ത്യയിലെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. ഏറ്റവും മോശമായ വണ്ടി ഉപയോഗിച്ച്, ഏറ്റവും നമ്മുടെ നാട്ടിലെ മാരുതി ഓമിനിയൊക്കെ പോലത്തെ ഏറ്റവും തൊട്ടാ പൊടിയുന്ന പോലത്തെ വണ്ടി ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യരൊക്കെ ഒരു ജീവനും കൈപ്പിടിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയും. അവരെന്ത് റിസ്ക് എടുത്താൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേ ഉള്ളൂ. അത് ഉപയോഗിച്ചിട്ട് അവർ ജീവനും കൈപ്പിടിച്ചിട്ട് ഭയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാ ചെയ്യുന്ന ആ ശുശ്രൂഷയ്ക്കകത്തൊരു വലിയ ആത്മപരിത്യാഗമുണ്ട്. അതും അവരെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അത് ദൈവനാമത്തിൽ ചെയ്യുമ്പം, അതൊരു ജോലി എന്നതിന്റെ അപ്പുറം ദൈവനാമത്തിൽ ചെയ്യുമ്പം അതവരെ വിശുദ്ധീകരിക്കും. അപ്പൊ നമ്മൾ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവരായ നിങ്ങളൊക്കെ ഓർക്കണം, നിങ്ങളുടെ അധ്വാനത്തിന് ഒരു സഹനത്തിന്റെ തലം മാത്രമല്ല ഉള്ളത്, ഒരു പ്യൂരിഫിക്കേഷന്റെ തലവും കൂടിയുണ്ട്. അത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതും കൂടിയാണ്. അതുകൊണ്ടാണ് അധ്വാനത്തെ തിരുസഭ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നത്, അധ്വാനം ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ് നിർത്തേണ്ടതായിട്ട് വരും. ഇനി വിശുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകോടെ പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം അങ്ങ് തീർക്കാനും. തുറന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ഭാഗം ഇതാണ്:
നമ്മൾ ഒന്നാമത് പറഞ്ഞു ഈ ഇടയ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തേത് കുടുംബവും ദാമ്പത്യം, കുടുംബം, അവിവാഹിതർ, അങ്ങനെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ അവർ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തേത് വേദന അനുഭവിക്കുന്നവരാണ്. കൂടാതെ ദാരിദ്ര്യത്താലും കായിക വൈകല്യത്താലും ശാരീരിക വൈകല്യത്താലും രോഗത്താലും മറ്റു പലവിധ ക്ലേശങ്ങളാലും ഞെരുക്കപ്പെടുന്നവരും, കർത്താവ് ഭാഗ്യവാന്മാരെന്ന് സുവിശേഷത്തിൽ പ്രഖ്യാപിച്ച നീതിയെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നവരും, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്ന സകല കൃപകളുടെയും ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന വിശുദ്ധ പത്രോസിന്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനത്തിന്റെ 5 എന്ന് പറയപ്പെട്ടവരും ലോകത്തിന്റെ രക്ഷയ്ക്കായി സഹിക്കുന്ന മിശിഹായോട് തങ്ങളെ തന്നെ സവിശേഷമായി ഒന്നിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കട്ടെ. പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, പീഡനമേൽക്കുന്നവർ, മാർജിനലൈസ് ചെയ്യപ്പെട്ടവർ, അവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഭൂമിയിൽ വേദന അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, പീഡ അനുഭവിക്കുന്നവരെ, നീതിക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന കർത്താവ് അവരോട് പറഞ്ഞു. കാരണം അവർക്ക് ഭാഗ്യം നൽകപ്പെട്ടിരിക്കും. ഇപ്പോൾ പീഡിപ്പിക്കുന്നു വരുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന കർത്താവ് പറയാം. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നു. തൽക്കാലം ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുക. പത്രോസ്ലീഹായുടെ ലേഖനം, ഒന്നാമത്തെ ലേഖനം 5:10. ഞാൻ എപ്പോ വചനം തുറന്നാലും മിക്കവാറും ഒക്കെ ഒരുമാതിരിപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വായിക്കാറുള്ള ഒരു ഭാഗമാണിത്. കർത്താവ് അല്പകാലത്തെ ഇങ്ങനെയാണ്, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന സകല കൃപകളുടെയും ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും, ഇത് പണിയാവും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ വചനം എന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ പുറത്തിങ്ങനെ പറയാൻ മേലാത്ത വലിയ ഗൗരവമുള്ള സംഭവങ്ങളുടെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ, ഇവൻ ഒരു വർഗീയ കലാപത്തിലേക്ക് പോലും പോകുന്ന പോലത്തെ സാഹചര്യങ്ങളിൽ പോലും ഈ കർത്താവ് ശക്തമായി നമ്മളെ അതിനെ അതിജീവിക്കാനായിട്ട് ശക്തിപ്പെടുത്തിയിരുന്നുണ്ട്. അത് തന്നെ ഒത്തിരി ശക്തിപ്പെടുത്തിയ ഒരു വചനഭാഗമാണത്. അതിനകത്ത് കർത്താവ് പറയുകയാണ്, അല്പകാലത്തെ സഹനത്തിന് ശേഷം ഈ ഭൂമിയുള്ള എല്ലാ സഹനവും, എത്ര ലോങ് സഹനവും അല്പകാലത്തെ സഹനമാണ്. നമുക്കറിയാം, ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നവർ, തളർന്നു കിടക്കുന്ന ഒരാളുടെ സഹനം പോലും അല്പകാലത്തിന്റെ സഹനമാണ്. അല്പകാലം, ആ കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ നിത്യമഹത്വമാണ്. നിത്യമഹത്വത്തിലേക്ക് സഹായിക്കുന്നതാണ് ഭൂമിയിലെ എല്ലാ സഹനങ്ങളും. ഞാൻ പറഞ്ഞു, ജസ്റ്റ് സഫറിങ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഈ സഹനങ്ങളെല്ലാം അങ്ങനെ സഹനം ഏറ്റെടുക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ ആ ദാരിദ്ര്യത്തിൽ തന്നെ നിലനിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരെ ആ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള അധ്വാനത്തിൽ ഏർപ്പെടണം. അവർക്ക് അതിനുള്ള അവസരങ്ങൾ മറ്റുള്ളവർ ഒരുക്കി കൊടുക്കണം. എന്നിരിക്കെയും ദാരിദ്ര്യത്തിന്റെ വേദന അനുഭവിക്കുന്നവർ, ശാരീരിക വൈകല്യങ്ങളോ ക്ലേശങ്ങളോ അനുഭവിക്കുന്നവർ, അവരുടെ ആ സഹനങ്ങൾ അവരുടെ വിശുദ്ധീകരണത്തിന്റെ മാർഗങ്ങളാണ് എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അവയും ആളുകളെ, നമ്മളെയൊക്കെ വിശുദ്ധീകരിക്കും. അതൊക്കെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനമാണ്. അതിന്റെ മുകളിലാണ് നമ്മൾ പ്രവൃത്തികളാൽ ചെയ്യുന്ന, ആർജിച്ചെടുക്കുന്ന വിശുദ്ധിയുടെ പ്രവൃത്തികൾ, നമ്മൾ ഏറ്റെടുക്കുന്ന പരിത്യാഗങ്ങൾ ഒക്കെ അതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനെ ഇതുവഴിയൊക്കെ നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നമ്മൾ ഓരോരുത്തരും വിശുദ്ധി പ്രാപിക്കാനായിട്ട് ചെയ്യുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. അതിലെ കേന്ദ്ര പ്രാധാന്യമുള്ളത് ഏതാണ്, സെക്കൻഡറി പ്രാധാന്യമുള്ളത് ഏതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ ചുരുക്കം. ഒരു വൈദികനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷകളാണ് അതിന്റെ കേന്ദ്രം. രണ്ടാമത്തേതാണ് അദ്ദേഹത്തിന്റെ അനുദിന ജീവിതത്തിലെ സ്വകാര്യതയാങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. എങ്ങനെയാണ് അതിന്റെ ഗ്രഡേഷൻ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും വിശുദ്ധിയിലേക്ക് നടക്കാൻ പറ്റും. ഏത് വഴിയിലൂടെയാണ് വിശുദ്ധിയിലേക്ക് നടക്കേണ്ടത് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അച്ഛന് മാതാപിതാക്കളുടെ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മളെല്ലാവരും കോവിഡ് വൈറസിനെ ഒത്തിരി ഭയപ്പെട്ടവരാണ്, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതുപോലെ 2 വൈറസ് കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള ആത്മീയ സഹോദരങ്ങൾ. ഈ ബാക്ടീരിയയുടെ ഇൻഫെക്റ്റ് ആണെങ്കിൽ ആന്റിബയോട്ടിക്കോട് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ഇമ്മ്യൂണിറ്റി കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഇമ്മ്യൂണിറ്റിയാണ് ഈശോ കുരിശിലൂടെ കുർബാനായി തീർന്ന മനുഷ്യമക്കൾക്ക് വേണ്ടി കൊടുത്തത്. ഈ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഏറ്റവും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആത്മീയ സഹോദരങ്ങൾക്ക്. ഇനി ഏതൊക്കെയാണ് വൈറസ്? വൈറസ് നമ്പർ 1 അംഗീകാരത്തിന് വേണ്ടിയുള്ള പിടപ്പാട്. ആത്മീയതയെ നശിപ്പിക്കുന്ന ക്യാൻസർ രോഗമാണ് ഈ അംഗീകാരത്തിന് വേണ്ടിയുള്ള പിടപ്പാട്. രണ്ടാമത്തത് അനുസരണമില്ലായ്മ. ഈ 2 വൈറസാണ് മനുഷ്യ ജീവിതത്തെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന 2 ക്യാൻസർ രോഗങ്ങൾ. ഈ രോഗങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുർബാനയിൽ എഴുന്നേൽക്കുന്ന ഈശോയെ കൂടി അതായത് നടക്കത്തില്ല. കുരിശിലൂടെയാണ് ഈശോ കുർബാനയായി തീർന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു.
താങ്ക് യു സോ മച്ച്. അത് സത്യമായും വിശദീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. സത്യമാണ്. ഇതിന് രണ്ടിനെയും വൈറസ് എന്ന് വിളിച്ചതും പൂർണ്ണമായും ശരിയാണ്. കാരണം ഇത് രണ്ടിന്റെയും പ്രത്യേകത, വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അല്ലെ. വൈറസ് ഇങ്ങനെ പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരും. അങ്ങനെ തന്നെയാണിത്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരാൾക്കൊരു അംഗീകാരം കിട്ടണ്ട, മറ്റേ ആൾക്കും എനിക്കും ഇത് കിട്ടണം എന്ന് ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അത് ആളുകളിലേക്കും പകരും. ഇനി ആളിൽ തന്നെ അയാളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും പകരും. നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും അംഗീകാരം കിട്ടിയിട്ട് തൃപ്തിയായതായിട്ട് കണ്ടിട്ടുണ്ട്? ഇല്ല. അപ്പൊ അടുത്ത അംഗീകാരത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത പ്രശ്നമാണ് അനുസരണക്കേട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, അതൊരു മുട്ടൻ വൈറസാണ്. അതൊരു സ്ഥലത്ത് തുടങ്ങിയാൽ അതിങ്ങനെ അതിന്റെ ചുറ്റുമുള്ളതിനൊക്കെ പിടിച്ച് പടരും. അത് തിന്മയ്ക്ക് ഇങ്ങനെ പ്രത്യേകത. ശരിക്കും അത് വൈറസ് തന്നെയാണ്. ഒരാളിനെ സ്റ്റാർട്ട് ചെയ്താൽ അത് അതിനോട് ചേർന്ന് നിൽക്കുന്നവരെ പിടിക്കും, അടുത്തൊരു പിടിക്കും, അങ്ങനെ പിടിച്ച് അതിങ്ങനെ എന്താ പറയുക, ഒരു മാറാരോഗം പടരുന്നത് പോലെ അത് പടരും. അത് സത്യമാണ്. അതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി തന്നെയാണ്. അങ്ങനത്തെ ഒരു കാര്യം വരുമ്പം ഞാൻ അതിനോട് ഇമ്മ്യൂണായി നിൽക്കണം. ഉദാഹരണത്തിന് ഒരു അനുസരണക്കേടിന്റെ പ്രവൃത്തി ചെയ്യാൻ ഒരാളെന്നെ നിർബന്ധിക്കുമ്പോൾ അതിന് ഞാൻ ഇല്ല എന്ന് പറയാനുള്ള ഇമ്മ്യൂണിറ്റി ഞാൻ ആർജിക്കണം. ഈ ഇമ്മ്യൂണിറ്റി എവിടെ നിന്നാണ് ആർജിക്കുക? എൻ്റെ കൺവിക്ഷനിൽ നിന്നും കൂടിയാണ്. അതായത് അത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ മാറ്റി നിർത്തിപ്പെട്ടാൽ പോലും അത് തെറ്റാണ് എന്നുള്ള ഉറപ്പ് ആണ് ഇതിന്റെ കാര്യം. ഈ ഉറപ്പ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഉറപ്പുണ്ടാകുന്നത്. ഒന്ന് കർത്താവിന്റെ പ്രബോധനത്തിൽ നിന്നും, 2 കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ നിന്നുമാണ് ഈ ഉറപ്പുണ്ടാകുന്നത്. അത് രണ്ടും സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇത് പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. അതെ, നമ്മളിപ്പോ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വേറെ പ്രാർത്ഥനകൾ, അതായത് നമുക്ക് തന്നിട്ടുള്ള പ്രാർത്ഥനകളല്ലാതെ വേറെ പ്രാർത്ഥനകൾ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പല അച്ഛന്മാരുടെയും കുർബാനകൾ കൂടുമ്പോ ചില അച്ഛന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ. അപ്പൊ അങ്ങനെ കൂടുമ്പോ ഇപ്പൊ ഞാൻ ഒരാളെ വിധിക്കില്ല, നമുക്ക് ഉള്ളിലൊരു ഇത് ഈ ക്ലാസ് കേട്ടപ്പോ ഇത് തെറ്റാണല്ലോ എന്നൊരു ബോധ്യം എനിക്ക് തോന്നാം. അപ്പൊ അങ്ങനെ ഒരു തോന്നലിന് നമുക്ക് എങ്ങനെ മറികടക്കാം? പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സീറോ മലബാർ കുർബാനയോട് പറയണേ, കുർബാന സ്വീകരണം കൃത്യമായിട്ട് ചോദിക്കട്ടെ. അതായത് കാറസൂസയ്ക്കകത്ത് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ അച്ഛനാ പറഞ്ഞത്, മുന്നേ പറഞ്ഞിരുന്നു കൂട്ടിച്ചേർത്ത് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. അത് കൂടാതെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയില്ലേ നമ്മൾ അച്ഛന്മാരെ കൈപിരിച്ച് ചെല്ലണത്? മധ്യസ്ഥ പ്രാർത്ഥന അത് ഏതാണത്? പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? ഓക്കെ. തുടങ്ങുന്നത് ആ പ്രാർത്ഥനയുടെ സമയത്ത് കുറച്ച് പ്രാർത്ഥനകൾ കൂട്ടിച്ചെല്ലുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയാവുന്നതാണ്. അതൊരു കുറച്ചുകൂടെ വേറൊരു അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് അതിനകത്ത് ആ ടെക്സ്റ്റിനകത്ത് എഴുതിയേക്കുന്ന കാര്യത്തിന് പൂർണ്ണതയുണ്ട്, അതിനകത്ത് അതിന്റെ പരിപൂർണതയുണ്ട്. കാരണം അതിനകത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നൊരു വിവാഹത്തിന്റെ ബലിയാണെന്ന് വിചാരിച്ചു, വിവാഹത്തിന്റെ തുടർന്നുള്ള. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കാർമ്മികൻ ചിലപ്പം ഈ നവദമ്പതികൾക്ക് വേണ്ടി കൂടി എന്നൊരു വാക്കുകൂടെ അതിനകത്ത് ചിലപ്പോൾ ചേർന്നിരിക്കും. അതങ്ങനെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ന് ഏറ്റവും അവസാനം ഉണ്ട് താനും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാചകത്തിന്റെ, ആ പ്രാർത്ഥനയുടെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ പോലെയേ അവർ ചെയ്യുന്നുള്ളൂ. ഇതിന് 2 സ്ഥലത്തും പ്രശ്നമുണ്ട്. ഒന്നാമത്തത് ഇങ്ങനെ പറയുമ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഏതിനെ എക്സ്റ്റെൻഡ് ചെയ്യാമല്ലോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി മറുവശത്ത് അങ്ങനെയും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ടു റിജിഡ് അല്ലേ എന്നുള്ള ചോദ്യം എല്ലാം നിലനിൽക്കുന്നുണ്ട്. ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ആ ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നത് അതേപടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമ്മൾ എണ്ണിപ്പറക്കി ഇന്നയാളും ഇയാളും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഒരു കല്യാണത്തിന് അച്ഛൻ അല്ലെങ്കിൽ ജൂബിലി ആഘോഷിക്കുകയാണ്, ദമ്പതികളുടെ ജൂബിലി, ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന ഇവർക്ക് വേണ്ടിയും എന്നും കൂടെ എടുത്ത് പറയുന്നത് അതിനെ ഒരു തിന്മയായിട്ട് കണക്കാൻ അതിനകത്തൊരു ദുരുദ്ദേശവും ഇല്ല. ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല താനും. ആ ഭാഗം അച്ഛൻ ആ കാർസോസിന് ഇടയ്ക്ക് പോലും അച്ഛന് വേണമെങ്കിൽ അത് ചെല്ലാം, അല്ലെ? ഈ ജൂബിലിയറിയൻസിനെ അങ്ങയുടെ തന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ അച്ഛൻ അത് ചെല്ലാം. അങ്ങനെ ഇരിക്കെ മറ്റൊരു പ്രാർത്ഥന അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അത് ചെയ്യാമെന്നിരിക്കെ, ഇല്ലെങ്കിൽ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയൊക്കെ ഇരിക്കെ അതിനകത്ത് ചെല്ലേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഒന്ന് ചെല്ലുന്നത് കണ്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് ആ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് പ്രാർത്ഥന, ആശയങ്ങൾ കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നത്. ആളുകളെ കുറിച്ച് പറയുമ്പം എല്ലാവരെയും പറയുന്നു, പക്ഷെ അതിനകത്ത് ഒരു പ്രത്യേകമായി എടുത്തു പറയപ്പെടേണ്ട ചില ആളുകളെ ഒന്ന് കൂടുതൽ അനുസ്മരിക്കുന്നു. ഇത് രണ്ട് കാര്യമായിട്ട് വേണം കണക്കാക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുതിയൊരു ആശയം പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൂട്ടിച്ചേർക്കുന്നതിനേക്കാളും നമ്മൾ എടുത്ത് പറഞ്ഞ് ആ ബലിയിൽ അനുസ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ രണ്ടുപേരുടെ പേരുകൂടെ പറയുന്നത്, അല്ലെ അവരുടെ സ്ഥാനത്തെ കുറിച്ചുകൂടെ പറയുന്നത്. ഇപ്പൊ അതായത് വൈദികരുടെ തിരുനാൾ ദിവസമാണ്. അപ്പോൾ ആ ബലി അർപ്പിക്കുന്ന ഒരു അച്ഛൻ വിയാനി തിരുനാൾ ദിവസം എല്ലാ വൈദികർക്ക് വേണ്ടിയും എന്നും കൂടെ നാട് ചെയ്തെന്ന് വെച്ചു. അതിനകത്ത് ഓൾറെഡി ഉണ്ട്, അഴിയുന്നു വിചാരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം അതിനകത്തുണ്ട്, മരിച്ച വിശ്വാസികളാണ്, അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജൂബിലേറിയൻസ് ചിലപ്പോൾ അങ്ങനെ കാണില്ലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അന്നുള്ള കുർബാന, അപ്പോൾ മരണം മൂലം വേർപെട്ടു പോയ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്ന ആൾക്കും ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ അതിനെ അത്ര അസ്വസ്ഥതയോടെ കാണേണ്ട കാര്യമില്ല. കാരണം അതിനകത്ത് ഒരു പുതിയ പ്രാർത്ഥന കൂട്ടിച്ചേർക്കുകയോ ഒരു ആശയം കൂടെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇത് പോരാ അതുകൊണ്ട് അത് അങ്ങനെ ആക്കുകയൊന്നും അല്ല ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതിനൊരു ജനറൽ നിയമമായിട്ട് എടുക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ എവിടെയും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൂടെ, ഞാനൊരു കാര്യം കൂടെ കൂട്ടി അങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ എന്ന് പറയാനും പാടില്ല. ഒഴിവാക്കുന്നതാണ് ഉചിതം. പിന്നെ ഇങ്ങനെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ ഒരച്ഛൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഉടനെ ആ അച്ഛൻ സഭാവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചു പോകേണ്ട ആവശ്യവുമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു ടോളറൻസ് ലിമിറ്റ് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നൊക്കെയാണ്. ഇതിന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. എന്നോട് പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ അത് ചെയ്യണ്ട എന്നാണ് അതിന്റെ ഉത്തരം. മറുവശത്ത് ചെയ്യുന്ന ഒരാളെ രണ്ട് കാര്യമുണ്ട്. ഇതന്നെ കുർബാനയെ സംബന്ധിച്ച് തന്നെ നമ്മള് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത കുർബാനകളിലൊക്കെ ഒരു പാട്ടാണ്, ജീവകാരുണ്യ ഗീതമാണ് ആലപിക്കുന്നത്. പണ്ട് ഞാൻ മുന്നേ പാട്ടിനേക്കാൾ ഒരു പ്രാർത്ഥന ഉണ്ട്, നമ്മുടെ പ്രാർത്ഥന കുർബാന പുസ്തകത്തിലുണ്ട്. ആ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പൊ ആ പ്രാർത്ഥന ഒഴിവാക്കി ഈ പാട്ട് ചെല്ലുന്നത് ഉചിതമാണോ എന്നല്ല, വേറെ അച്ഛന്മാർ വേറെ കുർബാനകളിലൊക്കെ ചില സ്ഥലത്തൊക്കെ ആ പാട്ട് കഴിഞ്ഞാലും വീണ്ടും ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയതാണോ എങ്ങനെയാണ് അതിന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? കുർബാന സ്വീകരണത്തിന്റെ പാട്ട് ഇതും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കുർബാന സ്വീകരണത്തിന്റെ സമയത്തുള്ള പാട്ട് അത് ഏത് പാട്ട് വേണേലും എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റിന് ചേർന്ന് ഏത് പാട്ട് വേണമെങ്കിലും പാടാനുള്ള ഫ്രീഡം ഉണ്ട്. അത് കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കാൻ പാടുന്നതാണ്. ഇനി ലാറ്റിൻ ചർച്ചിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അവരുടെ ലാറ്റിൻ ലിറ്റർജിക്കൽ തിയോളജിയുടെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി അവിടെ പ്രിഫർ ചെയ്യപ്പെടുന്നത് സൈലൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അവിടെ നിശബ്ദമായിട്ടിരിക്കാനാണ്. ഒരു നിമിഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാറ്റിൻ കുർബാനയ്ക്ക് കഴിഞ്ഞാൽ സാധാരണ ഇത് അച്ഛന്മാർ അത് കഴിയുമ്പോൾ കുർബാന സ്വീകരണം പോയിട്ട് അവിടെ പോയിട്ട് എല്ലാവരും മിണ്ടാണ്ടിരിക്കും, കുറച്ചിട്ട് ഇച്ചിരി നേരം ഇരിക്കത്തുള്ളൂ, പക്ഷെ നിശബ്ദതയാണ്. അസമയം നമ്മളെ സംബന്ധിച്ച് പൗരസ്ത്യ സഭകളിലൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ആ സമയത്തും കൂടി നമ്മൾ ഒരു ഗാനം കൊണ്ടൊക്കെ ഫില്ല് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആ സമയം നിശബ്ദത കുറച്ചുകൂടി ഉചിതമാണ് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ഉചിതമാണത്. പക്ഷെ നമുക്ക് അങ്ങനെ കൾച്ചറില്ല. എനിവേ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിശുദ്ധ കുർബാന ഗീതം ആലപിക്കാം. ഇനി അത് ചോദിച്ചത് കൊണ്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു വലിയ വിഷയമാണ്, ഞാൻ എപ്പോഴേലും പിന്നീട് പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ പറഞ്ഞു പോയത് കൊണ്ട് ഈ ഗാനങ്ങളുടെ പ്രത്യേകത, സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള ഗാനങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥനാ ഗാനങ്ങളാണ്, രണ്ട് ആത്മീയ ഗീതങ്ങളാണ്. സാധാരണ ആളുകൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ക്രിസ്ത്യൻ പാട്ടുകളെന്നോ ഡിവോഷണൽ സോങ്സ് എന്നൊക്കെ ഒറ്റ കാറ്റഗറിയിലാണ് നമ്മൾ ഇതിനെയൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുള്ളത്. രണ്ട് കാറ്റഗറി ഉണ്ട്. ഇത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്ന് പ്രാർത്ഥനാ ഗീതങ്ങളാണ്, രണ്ടാമത്തേത് ആത്മീയ ഗാനങ്ങളാണ്. ഇത് നമ്മൾ വ്യത്യാസം എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥനാ ഗീതങ്ങൾ എപ്പോഴും കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സംഭാഷണങ്ങളായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ വാവാ യേശുനാഥ നീ എൻ സ്നേഹനാഥൻ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് സംസാരിക്കുകയാണ്. അതേസമയം വേറൊരു പാട്ട് ഒരു നല്ല ആത്മീയ ഗീതമാണ്, ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു പാട്ട്, ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പാടുന്നത് അനുചിതമാണ്. നമ്മൾ പലപ്പോഴും ഇഷ്ടംപോലെ പ്രാവശ്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. ആ പാട്ട് നല്ല പാട്ടല്ലാത്തതുകൊണ്ടല്ല, ആ പാട്ടിന്റെ അർത്ഥം ഞാൻ ഓർത്ത് നോക്കിയേ. ആ പാട്ട് ഗായകൻ കൊടുക്കുന്ന ഉപദേശമാണ്, അല്ലെ? ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുത്, ദൈവമാണ് നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപദേശമാണ്. ആ സമയത്ത് ഗായകൻ ജനത്തെ ഉപദേശിക്കേണ്ട സമയമാണോ അത്? അല്ലല്ലോ.
ജനത്തെ ഉപദേശിക്കേണ്ട സമയമല്ല. ആ സമയത്ത് ദൈവജനം മുഴുവനും തന്ന ആ വലിയ ദാനത്തെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുകയോ പ്രാർത്ഥിക്കുകയോ അനുസ്മരിക്കുകയോ ചെയ്യേണ്ട സമയമാണ്. ആ സമയം ഈ പാട്ടൊരു ആത്മീയ ഗീതമാണ്. നമുക്കൊരു സാധാരണ സമയത്ത് ഇരുന്ന് കേൾക്കാനോ വണ്ടിയിൽ പോകുമ്പോൾ പാടാനോ ഒരുമിച്ച് പാടാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ഗാനമാണ്, ആത്മീയ ഗീതമാണ്. ആത്മീയ ഗീതത്തിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറയും, നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ എടുത്ത് പറയും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ചിലരുടെ വർണ്ണനകളൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. മറ്റേത് ദൈവത്തോടുള്ള നേരിട്ടുള്ള സംഭാഷണമാണ്, കർത്താവെ വിളിച്ചുകൊണ്ടുള്ള സംഭാഷണമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ജപമാലയൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഈ ആത്മീയ ഗീതങ്ങളെ എടുത്ത് ഈ പ്രാർത്ഥന പോലെ കമ്മ്യൂണിറ്റേറിയൻ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ പാടാറുണ്ട്. ഇഷ്ടം പോലെ പ്രാർത്ഥന, വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രാർത്ഥനകൾ, ഗാനങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവെ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴുനീരോടെ എന്ന് പറഞ്ഞൊരു പാട്ട്. ജപമാല കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഈ പാട്ട് പാടുന്ന ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്തത് പാടരുത്. സത്യം പറഞ്ഞാൽ ആ പാട്ടിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എന്റെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവെ നിന്നെയാണ്, എന്റെ അമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. ആ പാട്ട് എഴുതിയ ആളുടെ അമ്മയെക്കുറിച്ച്. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ആ രചയിതാവിന്റെ അനുഭവങ്ങളും ചിന്തകളും ഒക്കെയാണ് ഉണ്ടായിരുന്നു. അതായിരുന്നു എന്റെ ബലം. അതൊക്കെ ഓർക്കും, ഞാൻ മാതാവിനെ ഓർക്കും. ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട വിഷയമാണോ ഒരു പ്രാർത്ഥനയുടെ സമയത്ത്? ഒരു പ്രയർ കമ്മ്യൂണിറ്റിയിൽ പാടേണ്ട വിഷയമാണോ എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ പഴയ സിനിമാ ഗാനങ്ങളൊക്കെ പള്ളിയിൽ ഒരു മടിയും കൂടാതെ പാടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. നിത്യവിശുദ്ധിയാം കന്യാമറിയമേ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അല്ലെ കേൾക്കുമ്പോൾ നല്ല നിത്യവിശുദ്ധിയാം കന്യാമ. ആ 2 വരി കിട്ടിയാൽ നമ്മളങ്ങ് പാടും. അടുത്ത വരുന്നതാണ് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ദാറ്റ്സ് നെഗറ്റീവ്. തിന്മ വിതച്ച് വൻ തിന്മ കൊയ്യുന്നതിനെയാണ് ഈ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന അതുപോലെ അന്തിക്കിടയനെ കാണാൻ അലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ. ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട സമയത്തൊക്കെ പാടുന്നതാണ്. അന്തിക്ക് ഇടയനെ കാണാതെ അലഞ്ഞു നിറഞ്ഞ ആട്ടിൻപറ്റമാണ് നമ്മൾ. അങ്ങനെയാണോ? ആ ഇടയൻ അവസാന കുഞ്ഞാടിനെ പോലും എടുത്ത് തോളിൽ കൊണ്ടുവന്ന് ആ ഇടയന്റെ കീഴിലാക്കി അവിടുത്തെ ശരീരവും രക്തവും തന്ന് അത് സ്വീകരിച്ചിട്ട് നമ്മൾ പറയാണ് ഇടയനെ കാണാതെ അലയുന്ന ആട്ടിൻപറ്റമാണ് ഞങ്ങൾ എന്ന് പാടുക. എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ തുടങ്ങി നമ്മൾ പാടുന്ന ഒത്തിരി ഗാനങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും സ്ക്രൂട്ടനൈസ് ചെയ്യാതെ വിശുദ്ധ കുർബാന മധ്യയാക്കി ഒരു ഈശോ വിശുദ്ധ കുർബാന ഓസ്തി എന്നൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തിട്ടങ്ങ് പാടുക തന്നെയാണ്. അത് പലപ്പോഴും വളരെ ബാലിശമായ കുർബാനയെക്കുറിച്ചുള്ള ധാരണകളും കാഴ്ചപ്പാടുകളും വളരെ ഇമോഷണൽ മാത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാടുന്നു. പലതും ഉപദേശം പോലെ ഇരിക്കുന്നു. നമ്മൾ ആലോചിച്ചു, ഗായക സംഘം ഒന്നടങ്കം ഒക്കെ ജനത്തെ ഉപദേശിക്കുന്നു, അല്ല ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. ഇതിപ്പോ എന്തിനു ഇവിടെ പറയണമെന്ന് അത് അർത്ഥം മനസ്സിലാക്കി കേൾക്കുന്ന ഒരാൾക്ക് തോന്നും. അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിറ്റർജിക്കൽ സോങ് പാടാം. അതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. ഇനി സഭ ഇതിന് ഓപ്ഷൻ തരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ല വിശുദ്ധ കുർബാനയെ അനുസ്മരിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതം പാടാം. പ്രാർത്ഥനാഗീതം നമുക്ക് തിരിച്ചറിയാൻ എപ്പോഴും അതിനകത്ത് കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന്റെ വരികളൊക്കെ ഇപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടും പരിശുദ്ധാത്മാവിനോടുള്ള പാട്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടുകൾ പലതുണ്ട്, പരിശുദ്ധാത്മാവിനോടുള്ള പാട്ടുകളുണ്ട്. പരിശുദ്ധാത്മാവേ എന്ന് അഭിസംബോധന ചെയ്ത് ആത്മാവിനോട് പറയുന്നത് ഞങ്ങൾക്ക് അത് തരണമേ, ഞങ്ങളെ എങ്ങനെ ആക്കണമേ എന്നൊക്കെ പാടുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനാഗാനമാണ്. മറ്റത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടുകൾ നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് കേൾക്കാനും പാട്ട് പാടാനും ഒരു പ്രോഗ്രാമിനകത്ത് പാട്ട് പാടാനും പ്രാർത്ഥനാഗീതമായിട്ടില്ല പാട്ട് പാടാനും ഒക്കെ കൊള്ളാം എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ കൃത്യം പറയും, പ്രാർത്ഥനയ്ക്ക് പോകുന്നയാൾ ഏത് പാട്ടാണ് പാടുന്നത് എന്നോട് പറഞ്ഞിട്ടേ പാടാവുള്ളൂ. ഞാൻ ബലം പിടിക്കാറുണ്ട്. അങ്ങനെ പിടിക്കുന്നത് കൊണ്ട് ഒത്തിരി നന്മയും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴൊക്കെ വലിയ പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റുകളിലൊക്കെ ചിലപ്പോൾ പാടാൻ പോയിരുന്ന പാട്ടുകളൊക്കെ അത് അവിടെ പാടിയ ദൈവം എന്താകുമെന്ന് പിന്നീട് അത് പറഞ്ഞു കഴിയുമ്പം ആണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയുണ്ട്. അപ്പൊ പ്രാർത്ഥനാ ഗാനങ്ങളെ കുറിച്ച് അതൊരു വലിയ വിഷയമാണ്. ജസ്റ്റ് ചോദിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞെന്ന് മാത്രം 2 വാക്ക് അതിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. വിചാരിക്കട്ടെ. അത് ഞാൻ ചോദിക്കാനിരുന്ന ഈ കാറോസോസയില് ആധാർ സൈഡിലിരുന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രേയറും ഈ ഗായക സംഘത്തിന്റെ ആയിരുന്നു. അതാ സഹോദരൻ ചോദിച്ചു. പക്ഷെ ഗായക സംഘത്തിൽ ഇനിയൊരു കാര്യം, ഇപ്പൊ ഗായക സംഘം ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അവർ ഒരുങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ഇടവക വികാരിയല്ലേ അത് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ഞാൻ പറയാ, ഇപ്പൊ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ട് MG ശ്രീമർ. അത് ഡിവോഷണൽ സോങ്സ് ആണ്, നമ്മുടെ ആരാധനക്രമത്തിൽ ഒരിക്കലും ചേർന്നില്ല. അപ്പൊ കുർബാന സ്വീകരിച്ചെത്തുമ്പോഴും ചുറ്റും സ്വർഗീയ ദൂതരും ഒന്ന് ചേർന്നുള്ള ഡിവോഷണൽ സോങ്സ് ആണത്. അങ്ങനെ പാടുമ്പോൾ ആ വൈദികർക്ക് ആ ഇടവക വികാരി അച്ഛൻ അത് തീർച്ചയായിട്ടും സജഷൻസ് കൊടുക്കാൻ പാടില്ല അച്ഛാ. അച്ഛൻ അതിന് സജഷൻ കൊടുക്കാമെന്ന് മാത്രമല്ല, അച്ഛൻ അത് കൊടുക്കണം. സത്യം പറഞ്ഞാൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. പലപ്പോഴും എന്നാ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് വരുന്നു, അച്ഛൻ കുർബാനയ്ക്ക് അങ്ങ് കയറുന്നു, ഗായക സംഘം ഒരുങ്ങിയിട്ടുണ്ടാവും, അവരും ഓടിപ്പാഞ്ഞു വരുന്നു, അവർ കീബോർഡൊക്കെ അങ്ങ് ഓൺ ചെയ്യുന്നു,
അത് കഴിഞ്ഞിട്ട് അങ്ങ് പാട്ടങ്ങ് തുറന്നു. പെട്ടെന്ന് അച്ഛനൊന്നും ചെയ്യാൻ അവിടെ നിന്നിട്ട് പറ്റില്ല. ചിലപ്പോഴെങ്കിലും ഒക്കെ വളരെ ഗൗരവമുള്ള ചില സാഹചര്യങ്ങളിൽ, ഞാൻ ആരെയും പേരൊന്നും പറയത്തില്ല, ചിലപ്പോഴൊക്കെ നിർത്താം, നമുക്ക് വേറൊരു പാട്ട് പാടാമെന്ന് പറയേണ്ടി വരാറുണ്ട്. അപ്പൊ അത് അവർക്ക് ഭയങ്കര ഷോക്കാണ്. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞപ്പോലും. പറഞ്ഞേ. ഇനിയൊരു വിഷയമുണ്ട് ഞങ്ങളുടെ രൂപതയില്, അതായത് രാമനാഥപുരം രൂപതയില് ഞങ്ങളുടെ പിതാവ് ആളും പേരൊന്നും പറയണ്ട. ഇല്ല ഞങ്ങളുടെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയില് തക്സയിലുള്ളത് മാത്രമേ ചൊല്ലാവുള്ളൂ എന്ന്. ഞങ്ങളുടെ രൂപതയില് ഞങ്ങളുടെ എല്ലാ ഇടവകളിലും പിതാവ് കഠിന സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ RSSൽ ഒരു വാക്ക് പോലും തക്സലി ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ പിതാവ് ഞങ്ങളെ അനുവദിക്കുന്നില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ മേഖലയാണ്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം സമയമെടുത്ത് കുറച്ചധികം പാട്ടുകളെ തന്നെ പരാമർശിച്ച് പറയേണ്ടതൊക്കെയാണ്. പിന്നെ ഇത് പറയുമ്പം അത് എഴുതിയവർക്കും പാടുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു ആശങ്കയും കൂടെ എനിക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നീട് എപ്പോഴും ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വിഷയം തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവ വിളിക്കനുസരിച്ച് എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരേണ്ടത് എന്ന് പഠിപ്പിച്ചു. പരിശുദ്ധ സഭ വൈദികരുടെ വിശുദ്ധിയെക്കുറിച്ചും മെത്രന്മാരുടെ വിശുദ്ധിയെക്കുറിച്ചും അൽമായരുടെ വിശുദ്ധിയെക്കുറിച്ചും വിവാഹിതരുടെയും അവിവാഹിതരുടെയും വിശുദ്ധിയെക്കുറിച്ചും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ വിശുദ്ധിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു. കർത്താവായ ഈശോയെ, വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രബോധനമാണ്. അനുദിന ജീവിതത്തിൽ ഒന്നാമത് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെക്കുറിച്ച് അറിയണം, അതിനെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയണം. ശരിയായ വിശുദ്ധി എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയണം. കർത്താവായ ഈശോയെ, ഞങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കുന്നത് കൂദാശകളിലൂടെയാണ്, ബലിയർപ്പണത്തിലൂടെയാണ്, ഞങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രബോധനങ്ങളിലൂടെയാണ്. കർത്താവെ, ഞങ്ങൾ ദൈവിക പ്രബോധനങ്ങൾ പഠിക്കുമ്പോഴും ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങയുടെ വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന വചനമാണ്. അങ്ങയുടെ പ്രബോധനം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പ്രബോധനമാണ്. അങ്ങയെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങയുടെ പ്രബോധനം ഞങ്ങളുടെ വിശുദ്ധിയുടെ അടിസ്ഥാനമാണ്. പരിശുദ്ധ സഭയിലൂടെ ഈ വിശുദ്ധിയുടെ ശുശ്രൂഷ, പ്രബോധനത്തിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ. പരിശുദ്ധ സഭയിൽ അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും ഞങ്ങൾക്ക് നൽകുന്ന പ്രബോധനങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാനും, അത് സ്വീകരിക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കപ്പെടാനും, അത് പ്രഘോഷിക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കപ്പെടാനും ഞങ്ങളെയും സഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവായ യേശു നമ്മെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ വിശുദ്ധിയിൽ പങ്കുകാരാക്കിയ, മാമോസിലൂടെ പങ്കുകാരാക്കിയ നമ്മെ അവിടുന്ന് തുടർന്നും വിശുദ്ധീകരിക്കട്ടെ. മരണം വരെ വിശുദ്ധിയിൽ നിലനിൽക്കാനും സ്വർഗരാജ്യത്തിന്റെ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കാനും നമ്മൾ യോഗ്യരായിത്തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.